നമസ്കാരം. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേരുന്നു. നമ്മൾ ഇന്ന് വർക്കൗട്ട് ചെയ്യുന്ന ടോപ്പിക് കറണ്ട് അഫേഴ്സ് ആണ്. 2022, 23, 24 പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന പാർട്ട് 1 സീരീസിലെ ഒന്നാമത്തെ സീരീസ് വർക്കൗട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 2 ഉണ്ടാകും, നിങ്ങളുടെ പരീക്ഷയ്ക്ക് മുന്നേ പാർട്ട് 3 ഉണ്ടാകും. അങ്ങനെ ഈ 3 ക്ലാസ്സുകൾ കൊണ്ട് മാക്സിമം കറണ്ട് അഫേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുക. 100% ഉറപ്പോടുകൂടി എല്ലാ കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങളും നിങ്ങൾ ഉറപ്പായും സോൾവ് ചെയ്യും എന്ന ഉത്തമ വിശ്വാസത്തോടു കൂടി നമ്മൾ നേരെ കണ്ടന്റിലേക്ക് പോവുകയാണ്. 2022, 23, 24 കറണ്ട് അഫേഴ്സ് ഡിസ്കസ് ചെയ്യുമ്പം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് തന്നെ ആദ്യം നിങ്ങളോട് പറയുകയാണ്. കേരള ഗവർണറുമായി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫെയർ ആണ്. കേരള ഗവർണർമാർക്കുള്ള അല്ലെങ്കിൽ കേരള ഗവർണർക്ക് മാറ്റം എന്ന ഹെഡിങ്ങോടുകൂടി വാർത്താ മാധ്യമങ്ങളിൽ, സമൂഹ മാധ്യമങ്ങളിലെല്ലാം വളരെ ഏറെ ട്രെൻഡിങ് ആയ ഒരു ടോപ്പിക്കാണ്. കേരളത്തിലെ പുതിയ ഗവർണറായി ആര് വരുന്നു? രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ എന്നറിയപ്പെടുന്ന വ്യക്തി കേരള ഗവർണറായി അപ്പോയിന്റ് ആയി എന്ന വാർത്തയാണ് ആദ്യം നമ്മൾ കറണ്ട് അഫേഴ്സിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നേരത്തെ കേരളത്തിലൊരു ഗവർണർ ഉണ്ടായിരുന്നു, ആരിഫ് മുഹമ്മദ് ഖാൻ ആണ്. അദ്ദേഹം ബീഹാറിന്റെ ഗവർണറാണ്. അപ്പൊ ഈ പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളെ മാത്രം പഠിച്ചാൽ പോരാ, മൊത്തം 5 ഗവർണർമാരുടെ പുതിയ അപ്പോയിന്റ്മെന്റ് ഇന്ന് നടന്നു. ഇന്നെന്ന് പറഞ്ഞാൽ 2024 ഡിസംബർ 24, ഇന്ന് ഡിസംബർ 25 ആണ്. ഡിസംബർ 24 ഇന്നലെ രാത്രിയിലാണ് ഈ പറയുന്ന ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ വരുന്നത്. അപ്പൊ ഈ പറയുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 5 ഗവർണർമാരുടെ അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട കറണ്ട് അഫെയർ ഒന്ന് പഠിച്ചു വെക്കണം. അപ്പൊ നിലവിൽ കേരളത്തിലെ ഗവർണർ ആരാണ്? പുതിയ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ്. ആരിഫ് മുഹമ്മദ് ഖാൻ നിലവിൽ ഇപ്പോൾ ആരാണ്? ബീഹാറിന്റെ ഗവർണറാണ്. അതൊന്ന് ഓർത്തു വെക്കുക. അപ്പൊ കേരളത്തിന്റെ പുതിയ ഗവർണർ എന്നറിയപ്പെടുന്ന ഒരു പോർട്ട്ഫോളിയോ പഠിക്കുമ്പം ഈ പറഞ്ഞ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിനെ പറ്റി ഓർക്കണം. ബീഹാർ ഗവർണർ ആരാണ്? അത് ആരിഫ് മുഹമ്മദ് ഖാൻ ആണ്. ബീഹാറിനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ്, വിഹാരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ബീഹാർ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി ഈ പറയുന്ന മത്സര പരീക്ഷയിൽ ഈ പറഞ്ഞ കറണ്ട് അഫേഴ്സ് അല്ല, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ് നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായും ഈ 3 കാര്യങ്ങൾ പഠിക്കണം. ഒന്ന്, ഗവർണർ എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തിന്റെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ എന്നറിയപ്പെടുന്നത് ഗവർണറാണ്. അപ്പൊ അവിടെ ഒരു ചോദ്യം ചോദിക്കും, ഒരു സംസ്ഥാനത്തിന്റെ നോമിനൽ എക്സിക്യൂട്ടീവ് എന്നറിയപ്പെടുന്നത്, ഒരു സംസ്ഥാനത്തിന്റെ രാഷ്ട്രത്തലവൻ, ഒരു സംസ്ഥാനത്തിന്റെ എന്നാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ രാജ്യത്തിന്റെ എന്നല്ല പറയുന്നത്. ഒരു സംസ്ഥാനത്തിന്റെ നോമിനൽ എക്സിക്യൂട്ടീവ് എന്നറിയപ്പെടുന്നത് ഗവർണറും ഒരു രാജ്യത്തിന്റെ നോമിനൽ എക്സിക്യൂട്ടീവ് എന്നറിയപ്പെടുന്നത് രാഷ്ട്രപതിയുമായിരിക്കും. അപ്പൊ ഇവിടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ റിയൽ എക്സിക്യൂട്ടീവും ഉണ്ട്, നോമിനൽ എക്സിക്യൂട്ടീവും ഉണ്ട്. ഒരു സംസ്ഥാനത്തിന്റെ റിയൽ എക്സിക്യൂട്ടീവും ഉണ്ട്, നോമിനൽ എക്സിക്യൂട്ടീവും ഉണ്ട്. അപ്പൊ ഒരു സംസ്ഥാനത്തിന്റെ നോമിനൽ എക്സിക്യൂട്ടീവ് ആരാണ്? അത് ഗവർണറാണ്. അപ്പൊ റിയൽ എക്സിക്യൂട്ടീവ് ആരാ? ഒരു സംസ്ഥാനത്തിന്റെ, അപ്പൊ കേരള സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ തമിഴ്നാട് സംസ്ഥാനത്തിന്റെ റിയൽ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ മുഖ്യമന്ത്രി ആയിരിക്കും. അപ്പൊ കേരളത്തിലെ മാത്രമല്ല, ഈ പറഞ്ഞ 28 സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാരെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ പ്രധാനപ്പെട്ട വ്യക്തികളെയും പറ്റി പഠിക്കണം. അത് ഉറപ്പായും പരീക്ഷയ്ക്ക് ചോദിക്കാം. ഓക്കെ, അപ്പൊ ഗവർണറുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന്റെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? അത് ഗവർണറിനെയാണ്. അപ്പൊ ഗവർണറെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതെന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 153. അപ്പൊ ആർട്ടിക്കിൾ 153 എന്തുമായി ബന്ധപ്പെട്ടതാ? ഗവർണറെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പിന്റെ പേരാണ് ആർട്ടിക്കിൾ 153. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്, ഒരു വ്യക്തിക്ക്, ഒരാൾക്ക് ഒന്നിലധികം സംസ്ഥാനങ്ങളുടെ ഗവർണർ പദവി വഹിക്കാമോ? വഹിക്കാം. 1956 7ാം ഭേദഗതി പ്രകാരം ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരാൾക്ക്, ഇന്ത്യക്കാരനായ ഒരു വ്യക്തിക്ക് ഒന്നിലധികം സംസ്ഥാനങ്ങളുടെ ഗവർണർ പദവി വഹിക്കാം. അപ്പൊ ഗവർണറുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് നിയമന സാധ്യത എന്താണ്? അദ്ദേഹത്തെ ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. നമ്മൾ കറണ്ട് അഫേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് A to Z കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ കറണ്ട് അഫേഴ്സ് അവിടെ നിൽക്കും. അതുകൊണ്ട് നമ്മൾ സ്കിപ്പ് ചെയ്ത് പോവാണ്. ഈ 3 പ്രധാനപ്പെട്ട PYQ നിങ്ങൾ പഠിച്ചേ മതിയാകൂ. ഒരു സംസ്ഥാനത്തിന്റെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ഗവർണറാണ്. ഒരു സംസ്ഥാനത്തിന്റെ നോമിനൽ എക്സിക്യൂട്ടീവ് എന്നറിയപ്പെടുന്നത് ഗവർണറാണ്. ഒരു സംസ്ഥാനത്തിന്റെ റിയൽ എക്സിക്യൂട്ടീവ് എന്നറിയപ്പെടുന്നത് മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രി ആയിരിക്കും ആ സംസ്ഥാനത്തിന്റെ ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ. ഇപ്പോഴും അതൊന്ന് ഓർത്തു നോക്കുക. കേരള
കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ കേരള മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയനാണ്. അദ്ദേഹത്തിന് ഒരു മണ്ഡലമുണ്ട്. അദ്ദേഹത്തിന്റെ മണ്ഡലം ധർമ്മട മണ്ഡലമാണ്, കണ്ണൂർ ജില്ലയിലാണ്. അതൊക്കെ ഒത്തിരി പ്രത്യേകതകൾ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ എടുത്തതാണ്, അതൊന്ന് ഓർത്തു വെക്കുക. ദെൻ ഭേദഗതി മറക്കല്ലേ, 1956 7ാം ഭേദഗതി പ്രകാരം ഒരാൾക്ക് ഒന്നിലധികം സംസ്ഥാനങ്ങളുടെ ഗവർണർ പദവി വഹിക്കാം. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി ഈ പറയുന്ന 5 പ്രധാനപ്പെട്ട അപ്പോയിന്റ്മെന്റുകളും ഒന്ന് ഓർത്തു വെക്കണം. ഒന്ന്, മണിപ്പൂരിന്റെ ഗവർണറായിട്ട് അജയ് ഭല്ലയെ നിയമിച്ചു. അപ്പൊ മണിപ്പൂരിന്റെ പുതിയ ഗവർണർ ആരാണ്? അത് അജയ് ഭല്ലയാണ്. ബീഹാറിന്റെ പുതിയ ഗവർണർ ആരെന്ന് ചോദിച്ചാൽ അത് ആരിഫ് മുഹമ്മദ് ഖാനാണ്. ഇനി മിസോറാമിന്റെ പുതിയ ഗവർണറായിട്ട് നിയമിച്ചത് മുൻ കേന്ദ്രമന്ത്രിയായ ജനറൽ VK സിംഗ് ആണ്. അപ്പൊ 3 പ്രധാനപ്പെട്ട വ്യക്തികളെ ഓർക്കണേ. ഒന്ന്, മണിപ്പൂരിന്റെ പുതിയ ഗവർണറായിട്ട് അപ്പോയിന്റ് ആയത് അജയ് ഭല്ല. ബീഹാറിൻ്റെത് ആരിഫ് മുഹമ്മദ് ഖാൻ. ദെൻ മിസോറാമിന്റെ പുതിയ ഗവർണർ ആരാണ്? അത് ജനറൽ VK സിംഗ് ആണ്. അപ്പൊ അതൊന്ന് ഓർത്തു വെക്കുക. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ ഇന്നലെ നടത്തിയ പുതിയ അപ്പോയിന്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ വന്നേക്കുന്ന പുതിയ ഗവർണർമാരാണ്. അതിൽ മണിപ്പൂര് അജയ് കുമാർ ഭല്ലയാണ്. ദെൻ മിസോറാമിന്റെ VK സിംഗ് ആണ്. ബീഹാറിന്റെ ആരിഫ് മുഹമ്മദ് ഖാൻ ആണ്. ദെൻ ഒഡീഷയുടെ ഹരിബാബു ആണ് ഒഡീഷയുടെ നിലവിലെ പുതിയ ഗവർണർ. ദെൻ കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് രാജേന്ദ്ര ബി അർലേക്കർ ആണ്. അപ്പൊ ഈ പറയുന്ന 5 പ്രധാനപ്പെട്ട ഗവർണർ അപ്പോയിന്റ്മെന്റ് നിങ്ങളുടെ മത്സര പരീക്ഷയിൽ ചോദിക്കാം. ഞാൻ ഇപ്പോഴും പറയുന്നു, പ്രിലിംസ് അല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. എന്തായാലും പ്രിലിംസ് നിങ്ങൾ നേടും. മെയിൻസ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. പ്രിലിംസിനോടൊപ്പം മെയിൻസ്, അതല്ലാതെ പ്രിലിംസ് നേടിയിട്ട് മെയിൻസ് എന്നല്ല. ഇപ്പോഴേ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രിലിംസിനും മെയിൻസിനും വേണ്ടി പഠിച്ചങ്ങ് പോവുക. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത്രയും നിയമനങ്ങൾ, ഈ പറയുന്ന പ്രധാനപ്പെട്ട 5 അപ്പോയിന്റ്മെന്റുകൾ ഒന്ന് ഓർത്തു നോക്കുക. വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഈ പറഞ്ഞ PSC ഇൻഫ്ലുവൻസർ കൂട്ടായ്മ കറണ്ട് അഫേഴ്സിന്റെ ഒരു വർക്കൗട്ട് ക്ലാസിന്റെ 3ാമത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പറഞ്ഞല്ലോ, ഒരു കച്ചവടത്തിന് വേണ്ടി പറയുമല്ല, 2024 വരെയുള്ള ഫുൾ കറണ്ട് അഫേഴ്സിന്റെ വർക്കൗട്ടിനെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതല്ലാത്തവർ സ്കിപ്പ് ചെയ്തേക്ക് വിട്ടേക്കുക. 2024 വരെയുള്ള മുഴുവൻ കറണ്ട് അഫേഴ്സും ഡിസ്കസ് ചെയ്യുന്ന 2020 PDF എന്നറിയപ്പെടുന്ന ഒരു പാക്കേജ് ഉണ്ട്. 2024 LGS പരീക്ഷയിലും 2024 LDC പരീക്ഷയിലും ഫസ്റ്റ് ബാച്ചുകാർക്ക് ഏറ്റവും കൂടുതൽ ഗുണകരമായ ഒരു കണ്ടന്റ് ആണ് 2020 PDF. അതിലെ പാർട്ട് 1 മുതൽ പാർട്ട് 15 വരെയുള്ള PDF വർക്കൗട്ട് ഈ ബാച്ചിലുണ്ട്. ദെൻ 25+ ടോപ്പിക് വർക്കൗട്ട്, അതിന്റെ വർക്കൗട്ട് ബാച്ചിന്റെ സ്റ്റഡി ടൈം ടേബിൾ ഉൾപ്പെടെ സ്റ്റഡി പ്ലാന്റെ ഡിസ്കഷൻ ഉൾപ്പെടെ നമ്മൾ നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പൊ 25 ടോപ്പിക് നിങ്ങൾ ഉറപ്പായും പഠിക്കണം. ഈ വർക്കൗട്ട് ബാച്ചിന്റെ ഈ 3ാമത്തെ വർക്കൗട്ട് ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ 25 ടോപ്പിക് വർക്കൗട്ട് ചെയ്യണം. 1ാമത്തെ ടോപ്പിക് ഇന്നത് പാരീസ് ഒളിമ്പിക്സ്, 2ാമത്തെ ടോപ്പിക് പാരാലിമ്പിക്സ്, 3ാമത്തെ ടോപ്പിക് കേന്ദ്ര മന്ത്രിസഭ. അങ്ങനെ 25 ടോപ്പിക് നിങ്ങളെ കൊണ്ട് പഠിപ്പിച്ചിരിക്കും. 25 ടോപ്പിക് പഠിക്കുന്നതോടൊപ്പം ഈ പറഞ്ഞ PDF വർക്കൗട്ട് കാണും. അതിനോടൊപ്പം തന്നെ ഇതിന്റെ വർക്കൗട്ട് ക്ലാസ് കാണും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രെൻഡിങ് വർക്ക് എന്ന് പറഞ്ഞാൽ CA മൈക്രോ നോട്ടാണ്. PSC ഇൻഫ്ലുവൻസർ കൂട്ടായ്മയുടെ ട്രെൻഡിങ് ആയ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ 2024 LDC പരീക്ഷയിൽ ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും, 2024 LGS പരീക്ഷയിൽ ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും ഈ പറഞ്ഞ ഫസ്റ്റ് ബാച്ചിൽ നിന്നും സെക്കൻഡ് ബാച്ചിലെ വർക്കൗട്ടിൽ കിട്ടിയ ഉദ്യോഗാർത്ഥികളുടെ റെസ്പോൺസ് അനുസരിച്ചാണ് നമ്മൾ 3ാമത്തെ ബാച്ച് കണ്ടക്ട് ചെയ്യുന്നത്. ഒന്നുമില്ല, ഈ പറഞ്ഞ 4 കാര്യങ്ങൾ. ഒന്ന് വർക്കൗട്ട് വീഡിയോ, മറ്റൊന്ന് PDF വർക്കൗട്ട്, പിന്നെ ടോപ്പിക് ബേസ് ആയിട്ട് ഓരോ വർക്കൗട്ട്, പിന്നെ മൈക്രോ നോട്ട് വിട്ടുകളയരുത്. മൈക്രോ നോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്തുനിന്ന് കറണ്ട് അഫേഴ്സിന് ഉറപ്പായിട്ടും ചോദ്യങ്ങൾ വരും. അതിനകത്ത് ലോകത്തിലെ പ്രധാനപ്പെട്ട ആനുകാലിക സംഭവങ്ങൾ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള ഓരോരോ പോർഷൻ ഡിവൈഡ് ചെയ്ത് CA മൈക്രോ നോട്ട് എന്നറിയപ്പെടുന്ന ഒരു PDF നോട്ട് വർക്കൗട്ട് ഉണ്ട്. അതുൾപ്പെടെയാണ് ഈ ഒരു ബാച്ചിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം, അല്ലാത്തവർ വിട്ടേക്കുക. വർക്കൗട്ട് ബാച്ചിൽ ജോയിൻ ചെയ്യണം എന്ന് താല്പര്യമുള്ളവർ ഈ കൊടുത്തേക്കുന്ന നമ്പറിലേക്ക് 9072728242 എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ഇടുക. വാട്സാപ്പ് മെസ്സേജ് ഇടുന്ന സമയത്ത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, ധാരാളം പേര് ഇങ്ങനെ വാട്സാപ്പ് മെസ്സേജിൽ വർക്കൗട്ടിന് വേണ്ടി ജോയിൻ ചെയ്യാൻ വേണ്ടി മെസ്സേജ് ഇടുന്നുണ്ട്. അപ്പൊ ആരോടെങ്കിലും റിപ്ലൈ തരാതിരിക്കുകയോ അല്ലെങ്കിൽ റിപ്ലൈ തരാൻ പെൻഡിങ് ആവുകയോ ചെയ്യുവാണെങ്കിൽ വീണ്ടും സോറി അല്ലെങ്കിൽ ക്ഷമ ചോദിക്കുകയാണ്. കാരണം അത്രയേറെ എൻക്വയറി വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു കച്ചവടത്തിന്റെ അടിസ്ഥാനത്തിലല്ല, ഒരു കൂട്ടായ്മ നൽകുന്ന ഒരു സേവനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന വർക്കൗട്ട് ബാച്ചിൽ നിങ്ങളെ ഉൾപ്പെടുത്തുന്നത്.
ഈ പറഞ്ഞ CA വർക്കൗട്ട് ബാച്ചിൽ ഈ നമ്പറിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി വാട്സപ്പിൽ മെസ്സേജ് ഇടുക. ഇടുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങളുടെ പേരിന് ശേഷം CA വർക്കൗട്ട് ബാച്ച് എന്ന് മെൻഷൻ ചെയ്യണം. കാരണം ഒന്നാമത്തെ ബാച്ചിൽ ജോയിൻ ചെയ്ത പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളുണ്ട്, സെക്കൻഡ് ബാച്ചിൽ ജോയിൻ ചെയ്ത പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളുണ്ട്. അവർക്ക് വേണ്ടി വീണ്ടും ഇതിലേക്ക് ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് ഓൾറെഡി ഈ പറയുന്ന കണ്ടന്റ് PDF നോട്ട് വർക്കൗട്ട് എല്ലാം കൊടുക്കുന്നുണ്ട്. കറണ്ട് അഫയേഴ്സ് മാത്രം ഫോക്കസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മാത്രം ഈ നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക. ഇതിനൊരു കോഴ്സ് ഫീസ് ഉണ്ട്. 10th ലെവൽ പ്രിലിംസുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് സ്റ്റേജ് മുതൽ 4ാം സ്റ്റേജ് ലാസ്റ്റ് സ്റ്റേജ് വരെയുള്ള പരീക്ഷ ഫോക്കസ് ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് ഈ കോഴ്സ് ഫീസ് 99 രൂപയാണ്. അതല്ലാതെ 1000ഓ 1500ഓ 2000 ഒന്നും മേടിക്കുന്നില്ല. 99 രൂപയാണ് കോഴ്സ് ഫീസ്. ആരെയും നിർബന്ധിക്കുന്നില്ല. ഈ പറയുന്ന കോഴ്സിൽ ജോയിൻ ചെയ്തില്ല എന്ന് കരുതി നമ്മൾ ചെയ്യുന്ന ഈ കൂട്ടായ്മ ചെയ്യുന്ന പ്രവൃത്തി ഒരിക്കലും ചെയ്യാതിരിക്കില്ല. അതിപ്പോഴും ഈ പറയുന്ന ക്രിസ്മസ് ദിനത്തിലും ഇത് എല്ലാവരും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എല്ലാവരും ഹോളിഡേ അല്ലെങ്കിൽ ഈ ക്രിസ്മസ് ദിനത്തിൽ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പറയുന്ന കൂട്ടായ്മ നിങ്ങൾക്ക് വേണ്ടിയുള്ള കണ്ടന്റ്, നിങ്ങൾക്ക് വേണ്ടിയുള്ള വീഡിയോ ക്ലാസ്, നിങ്ങൾക്ക് വേണ്ടിയുള്ള എക്സാം കൃത്യമായി ടെലഗ്രാം കൂട്ടായ്മയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആരെയും നിർബന്ധിക്കുന്നില്ല. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്താൽ മതി. അപ്പൊ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആനുകാലിക സംഭവമാണ് ഇന്ത്യയിൽ ആദ്യത്തെ അതിർത്തി സൗരോർജ ഗ്രാമം. അത് ഗുജറാത്തിലെ മസാലി എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. ഇന്ത്യയിൽ ആദ്യത്തെ അതിർത്തി സൗരോർജ ഗ്രാമം. ടിക്ക് ചെയ്തേക്കണം. നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷ പറഞ്ഞല്ലോ, പ്രിലിംസ് അല്ല നമ്മുടെ മുന്നിലുള്ളത്, മെയിൻസ് ആണുള്ളത്. പ്രിലിംസ് എങ്ങനെയായാലും നിങ്ങൾ എന്ത് ചെയ്യും, പാസ് ഔട്ട് ആവും. കാരണം അത്രയേറെ നിങ്ങൾ ക്ലാസ് കണ്ടു. ഇതിനകത്ത് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ കൂട്ടായ്മ തന്നെ എത്ര ക്ലാസ്, ഏകദേശം 40-50 കൂടുതൽ ക്ലാസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു. ആ 50 ക്ലാസ്സും വർക്കൗട്ട് ചെയ്ത് നിങ്ങൾ ആ പരീക്ഷ കൃത്യമായിട്ട് ചെയ്തു. പിന്നെ നിങ്ങൾ ഇത്രയും ദിവസം വെറുതെ അല്ല ഇരുന്നത്, നിങ്ങളും വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രിലിംസ് കിട്ടും. 1-2 മാർക്കിന് മെയിൻസ് നഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയാണ് ഈ പറയുന്നത്. അവര് എന്ത് ചെയ്തേക്കണം, ഈ നോട്ട്സ് ഒക്കെ ഒന്ന് കവർ ചെയ്ത് വെച്ചേക്കണം. അപ്പൊ ഇന്ത്യയിൽ ആദ്യത്തെ അതിർത്തി സൗരോർജ ഗ്രാമം എന്നറിയപ്പെടുന്നത് ഗുജറാത്തിലെ മസാലി എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പുതിയ അധ്യക്ഷൻ 2 ദിവസമേ ആയുള്ളൂ ഇദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് നടന്നിട്ട്. അപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പുതിയ അധ്യക്ഷന്റെ പേര് ജസ്റ്റിസ് V രാമസുബ്രഹ്മണ്യനാണ്. അതൊന്ന് ഓർത്തു നോക്കുക. അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? രാഷ്ട്രപതി ആയിരിക്കുമല്ലോ, ദ്രൗപദി മുർമു ആയിരിക്കുമല്ലോ. ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വമാണല്ലോ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമു. ആ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവാണ് ജസ്റ്റിസ് V രാമസുബ്രഹ്മണ്യനെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പുതിയ അധ്യക്ഷനായിട്ട് അപ്പോയിന്റ് ചെയ്തേക്കുന്നത്. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിന്റെ പോൾ വർക്കൗട്ട് ഉൾപ്പെടെ PSC ഇൻഫ്ലുവൻസറിന്റെ പബ്ലിക് ടെലഗ്രാം കൂട്ടായ്മയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ഓർത്തു വെക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിയോഗമാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സുപരിചിതനായ മത്സര പരീക്ഷയിൽ ധാരാളം തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ശ്യാം ബെനഗൽ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംവിധായകനും ഏറ്റവും പ്രധാനപ്പെട്ട തിരക്കഥാകൃത്തും ഒക്കെ ആയ ശ്യാം ബെനഗലിനെ പറ്റിയുള്ള ചോദ്യമാണ് നമുക്ക് ഇനി വേണ്ടത്. 2024 ഡിസംബർ 23 അദ്ദേഹം മരിക്കുകയുണ്ടായി. അപ്പൊ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉറപ്പായും ചോദിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യൻ സമൂഹത്തിന്റെ ഏറ്റവും റിയാലിറ്റി ഉള്ള അല്ലെങ്കിൽ നേർചിത്രങ്ങൾ സിനിമയിലൂടെ വരച്ചു കാട്ടിയ പ്രശസ്ത സംവിധായകനാണ് ആര്? ശ്യാം ബെനഗൽ എന്നറിയപ്പെടുന്നത്. അദ്ദേഹം അന്തരിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ വിയോഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നാൽ നമുക്ക് വേണ്ട ചോദ്യങ്ങൾ ഇതാണ്. അദ്ദേഹത്തിന് ഒത്തിരി ചിത്രങ്ങളുണ്ട്. അങ്കൂർ എന്നറിയപ്പെടുന്നത്, മണ്ടി, മന്ദാൻ, നിശാന്ത്, ഭൂമിക, അങ്ങനെ ധാരാളം ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ ഉണ്ട്. ഒത്തിരി ഒരുപാട് സമൂഹത്തിൽ, നമ്മുടെ സമൂഹത്തിലെ ഓരോ ജീവിതത്തിന്റെയും നേർചിത്രങ്ങൾ സിനിമയിലൂടെ വരച്ചു കാട്ടിയ ഒരു വ്യക്തിത്വം ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ചിത്രങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹത്തിന്റെ ബഹുമതികളാണ്. രാജ്യത്തിന്റെ പരമോന്നത ബഹുമതികളായ പത്മശ്രീ, രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായ പത്മശ്രീ 1976 അദ്ദേഹത്തിന് കിട്ടി. പത്മഭൂഷൺ 1991 ഈ പറയുന്ന ശ്യാം ബെനഗലിന് കിട്ടി. മേക്കിംഗ് ഓഫ് മഹാത്മ ഉൾപ്പെടെയുള്ള കണ്ടന്റ് നിങ്ങൾക്ക് അറിയാം. അത് ഓർത്തു നോക്കുക. 2005 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചു. ഇനി അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ജവഹർലാൽ നെഹ്റുവിന്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകം ഉണ്ടല്ലോ. ആ പുസ്തകം അടിസ്ഥാനമാക്കി ദൂരദർശന് വേണ്ടി അദ്ദേഹം ഒരു സിനിമ അല്ലെങ്കിൽ ഒരു ടെലിവിഷൻ സീരിയൽ നിർമ്മിച്ചിരുന്നു. അതിന്റെ പേര് ഭാരത് ഏക് ഗോജ് എന്നാണ്. ആ ടെലിവിഷൻ സീരിയലും വളരെയേറെ ശ്രദ്ധേയമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കണ്ടന്റുകളൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, 2024 ഡിസംബർ മാസത്തെ ഏറ്റവും ലേറ്റസ്റ്റ് കറണ്ട് അഫെയർ ആണ്. 2024 കാൻ ഫിലിം ഫെസ്റ്റിവലിലേക്ക് ക്ലാസിക് സിനിമാ വിഭാഗത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഏക ഇന്ത്യൻ ചിത്രമേതെന്ന് ചോദിച്ചാൽ അത് ശ്യാം ബെനഗലിന്റെ സൃഷ്ടിയായ
മന്ഥനാണ്. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി ഈ മന്ഥൻ എന്നറിയപ്പെടുന്ന സിനിമയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയുണ്ട്. ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ നിർമ്മിച്ച ആദ്യ ഇന്ത്യൻ സിനിമ. ടിക്ക് ചെയ്ത് പഠിക്കണേ. ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ നിർമ്മിച്ച ആദ്യ ഇന്ത്യൻ സിനിമയാണ് ഏത്? മന്ഥൻ. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി ഈ പറഞ്ഞ ശ്യാം ബെനഗലിന്റെ അവസാനത്തെ ചിത്രത്തിന്റെ പേരെന്താണ്? അത് വേറെ ഒന്നുമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മുജീബ് ദ മേക്കിംഗ് ഓഫ് നേഷൻ എന്ന സിനിമയാണ് ശ്യാം ബെനഗലിന്റെ അവസാനമായിട്ട് പബ്ലിഷ് ചെയ്ത അല്ലെങ്കിൽ റിലീസ് ചെയ്ത ചിത്രം. ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവായ മുജീബ് റഹ്മാന്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയുള്ള ചിത്രമാണ് മുജീബ് ദ മേക്കിംഗ് ഓഫ് നേഷൻ എന്ന ചിത്രം. അതുകൂടി ഒന്ന് ഓർത്തു വെക്കുക. ശ്യാം ബെനഗലുമായി ബന്ധപ്പെട്ട് ഈ വിയോഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രത്യേകതകളൊക്കെ പഠിക്കുമ്പം പ്രധാനപ്പെട്ട കണ്ടന്റ് ഒന്ന് വായിച്ച് വെച്ചേക്കുക, ഒന്ന് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ ആ ഒരു പ്രധാനപ്പെട്ട അപ്പോയിന്റ്മെന്റുകൾ കിട്ടി, പ്രധാനപ്പെട്ട വിയോഗങ്ങൾ കിട്ടി. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത്, നിങ്ങൾ എഴുതി വെച്ചോ, നിങ്ങൾ എഴുതാൻ പോകുന്ന 10th ലെവൽ പ്രിലിമിനറി അല്ലെങ്കിൽ മെയിൻ പരീക്ഷയ്ക്ക് ഉറപ്പായും 2024-25 നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ ഉറപ്പായും ചോദിക്കുന്ന ഒരു ഏരിയ 2024 പാരീസ് ഒളിമ്പിക്സ് ആയിരിക്കും, 2024 പാരാലിമ്പിക്സ് ആയിരിക്കും. ഈ രണ്ട് മേഖലയിൽ നിന്നും ചോദ്യം ഉറപ്പായും കാണും. അപ്പൊ ഓരോ സ്റ്റേറ്റ്മെന്റുകൾ താഴെ പറയുന്നവയിൽ 2024 പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എയിലേക്ക് വന്നാൽ 2024 പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യൻ താരങ്ങൾ 117 ആണ് എന്നാണ് ഒന്നാമത്തെ പ്രസ്താവന. ഓപ്ഷൻ ബിയിലേക്ക് വന്നാൽ പാരീസ് ഒളിമ്പിക്സ് ആദ്യ സ്വർണം നേടിയ രാജ്യം ചൈനയാണ് രണ്ടാമത്തെ പ്രസ്താവന. അപ്പൊ ഈ പറഞ്ഞ ചൈനയൊക്കെ ഒന്ന് അടിവച്ചാൽ നല്ലതാണ്. ഓപ്ഷൻ സി, ഒളിമ്പിക്സിനോടനുബന്ധിച്ച് ഈ പറഞ്ഞ 2024 പാരീസ് ഒളിമ്പിക്സിനോടനുബന്ധിച്ച് മാലിന്യമുക്തമാക്കിയ നദി സീൻ നദിയാണ് മൂന്നാമത്തെ പ്രസ്താവന. നാലാമത്തെ പ്രസ്താവന 2024 പാരീസ് ഒളിമ്പിക്സിൽ 70 മലയാളികൾ പങ്കെടുത്തു എന്നാണ് നാലാമത്തെ പ്രസ്താവന. ഇതിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ 4 ഓപ്ഷനിൽ ഏറ്റവും തെറ്റായി നമുക്ക് തോന്നുന്നത് 70 മലയാളികളൊക്കെ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അത്രയ്ക്കൊരു അത്രയുമായിട്ട് ഈ പറയുന്ന 117 പേരിൽ 70 പേരും മലയാളികൾ പങ്കെടുക്കുകയാണെങ്കിൽ നമ്മൾ ആ വാർത്ത അറിയും. അത്രയേറെ പ്രാധാന്യത്തോട് നമ്മൾ ആ വാർത്ത സമൂഹ മാധ്യമങ്ങളിലായിക്കോട്ടെ, വാട്സപ്പിലായിക്കോട്ടെ, സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ അറിയും. പക്ഷെ നമ്മൾ ഇത് അറിഞ്ഞില്ലല്ലോ 70 മലയാളികൾ പങ്കെടുത്തു എന്ന്. അപ്പൊ ആൻസർ ആയിട്ട് വരാൻ സാധ്യതയില്ലാത്തത്, അതായത് തെറ്റായ പ്രസ്താവന ഏതാകും? ഈ പറയുന്ന ആകും. ഒരിക്കലും മലയാളികളെ അല്ലെങ്കിൽ നമ്മളെ പോലുള്ള മലയാളികളെ ഒരു ഇകഴ്ത്തി പറയുമല്ല. 70 മലയാളികൾ പങ്കെടുത്തായിരുന്നുവെങ്കിൽ നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൂടെ, വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞേനെ. അപ്പൊ നമുക്ക് വേണ്ടത് ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ. 2024 പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യൻ താരങ്ങൾ 117 ആണ്. അത് ശരിയാണ്, ഒന്നാമത്തെ പ്രസ്താവന. ഓപ്ഷൻ ബിയിലേക്ക് വന്നാൽ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാ. ഓപ്ഷൻ ബിയിലേക്ക് വന്നാൽ പാരീസ് ഒളിമ്പിക്സിൽ ആദ്യ സ്വർണം നേടിയ രാജ്യം ചൈനയാണ്. പക്ഷേ മെഡൽ പട്ടികയിൽ ഒന്നാം സ്ഥാനം ചൈനയല്ല. പാരീസ് ഒളിമ്പിക്സിൽ ആദ്യ സ്വർണം നേടിയ രാജ്യം ഏതാണ്? അത് ചൈനയാണ്. അപ്പൊ ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ചൈനയാണോ? ഒരിക്കലുമല്ല. ഇപ്പൊ മാറ്റമുണ്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യയും, രണ്ടാം സ്ഥാനം ആരാണ്? അത് ചൈനയുമാണ്. ഓക്കെ, ഓപ്ഷൻ സിയിലേക്ക് വന്നാൽ ഒളിമ്പിക്സിനോടനുബന്ധിച്ച് മാലിന്യമുക്തമാക്കിയ നദി സീൻ നദിയാണ്. മിക്ക പരീക്ഷകൾക്കും നേരത്തെ ചോദിച്ചിട്ടുണ്ട്. ഈ ചോദ്യമല്ല, ചോദ്യം ഇങ്ങനെയാണ്: പാരീസ് നദി അല്ലെങ്കിൽ പാരീസ് എന്നറിയപ്പെടുന്ന നഗരം ഏത് നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു? സീൻ നദിയുടെ തീരത്താണ് പാരീസ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പൊ പാരീസ് സീൻ, മറക്കല്ലേ, പാരീസ് സീൻ. ഒളിമ്പിക്സിനോടനുബന്ധിച്ച് മാലിന്യമുക്തമാക്കിയ നദിയുടെ പേര് സീൻ നദി എന്നാണ്. ഓപ്ഷൻ ഡിയിലേക്ക് വന്നാൽ 2024 പാരീസ് ഒളിമ്പിക്സിൽ 70 മലയാളികളല്ല, മറിച്ച് 7 മലയാളികളാണ് പങ്കെടുക്കുന്നത്. അപ്പൊ 117 ഇന്ത്യക്കാർ പങ്കെടുത്ത് അതിൽ 7 പേര് ആരാണ്? അത് മലയാളികളാണ്. അതൊന്ന് ഓർത്തു വെക്കണം. അപ്പൊ ഈ പറയുന്ന 7 മലയാളികളുടെയും പ്രധാനപ്പെട്ട പേരും അവരുടെ പ്രധാനപ്പെട്ട കായിക മേഖലയും നമ്മൾ പഠിക്കണമല്ലോ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിത്വം PR ശ്രീജേഷ്. ഹോക്കി മേഖലയുമായി ബന്ധപ്പെട്ടതാണല്ലോ PR ശ്രീജേഷ്. മലയാളിയാണ്. ബാഡ്മിന്റനുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് പ്രണോയ്. ടിക്ക് ചെയ്യണം. ദെൻ ട്രിപ്പിൾ ജമ്പുമായി ബന്ധപ്പെട്ടതാണ് അബ്ദുള്ള അബൂബക്കർ. അപ്പൊ 3 വ്യക്തികളെ കിട്ടി. PR ശ്രീജേഷ് ഹോക്കി, പ്രണോയ് ബാഡ്മിന്റൺ, അബ്ദുള്ള അബൂബക്കർ ട്രിപ്പിൾ ജമ്പ്. ഇനി പറയുന്ന 4 വ്യക്തികൾ റിലേ താരങ്ങളാണ്. മുഹമ്മദ് അജ്മൽ, മുഹമ്മദ് അനസ്, അമോജ് ജേക്കബ്, മിജോ ജാക്കോ കുര്യൻ എന്നറിയപ്പെടുന്ന 4 വ്യക്തികളാണ് ഇനി എന്തുള്ളത്? ഇത് റിലേ താരങ്ങളാണ്. അപ്പൊ മൊത്തം 7 മലയാളികളുണ്ട്. ആ 7 മലയാളികളുടെയും കായിക മേഖല ഉൾപ്പെടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വളരെ വളരെ പ്രധാനപ്പെട്ടത്. അപ്പൊ ഈ ക്ലാസ് മാത്രം പോരാ, നിങ്ങളുടെ ഭാഗത്തുനിന്ന് വായന ഉണ്ടാകണം. പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് എവിടുന്നെല്ലാം കണ്ടന്റ് നിങ്ങൾക്ക് വായിക്കാമോ, എവിടുന്നെല്ലാം നിങ്ങൾക്ക് പരീക്ഷ ചെയ്യാമോ, അതെല്ലാം പ്രാക്ടീസ് ചെയ്യുക. ഈ 7 മലയാളി
മലയാളികളെയും കിട്ടിയല്ലോ, അതൊന്ന് ഓർത്തു വെക്കണേ. ഇനി അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പരമോന്നത പുരസ്കാരമായ ഒളിമ്പിക് ഓർഡറിന് അർഹനായ ഇന്ത്യൻ ഷൂട്ടിംഗ് താരം ആരെന്ന് ചോദിച്ചാൽ അത് അഭിനവ് ബിന്ദ്രയാണ്. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പരമോന്നത പുരസ്കാരമായ ഒളിമ്പിക് ഓർഡറിന് അർഹനായ ഇന്ത്യൻ ഷൂട്ടിംഗ് താരത്തിന്റെ പേര് അത് അഭിനവ് ബിന്ദ്രയാണ്. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി മെഡൽ പട്ടികയിൽ ഇന്ത്യ എത്രാം സ്ഥാനത്താണെന്ന് ചോദിച്ചാൽ 71 സ്ഥാനത്താണ്. മെഡൽ പട്ടികയിൽ 1ാം സ്ഥാനം അമേരിക്കയാണ്. 126 മെഡലാണ് അമേരിക്കക്കുള്ളത്. മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 71, 6 മെഡലുകളുണ്ട്, മറക്കല്ലേ. ഇനി നമുക്ക് വേണ്ടത് ഇന്ത്യയുടെ മെഡൽ നേട്ടങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇന്ത്യയുടെ മെഡൽ നേട്ടങ്ങൾ പഠിക്കുമ്പം ഒന്ന് നീരജ് ചോപ്ര, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഹരിയാന സംസ്ഥാനക്കാരനാണ്. അദ്ദേഹം ജാവലിൻ ത്രോയുമായി ബന്ധപ്പെട്ട വ്യക്തിത്വമാണല്ലോ നീരജ് ചോപ്ര. ഇന്ത്യയുടെ മെഡൽ നേട്ടങ്ങൾ വെള്ളി മെഡലാണ് നീരജ് ചോപ്ര കിട്ടിയത്. ദെൻ സ്വപ്നിൽ കുശാലെ എന്നറിയപ്പെടുന്ന വ്യക്തിത്വമുണ്ട്, ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട വ്യക്തിത്വമാണ്, മഹാരാഷ്ട്ര സ്വദേശിയാണ്, അത് ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. ദെൻ അമൻ സഹരാവത്ത് ഗുസ്തി താരമാണ്, ഹരിയാന സ്വദേശിയാണ്. അപ്പൊ ആരൊക്കെയാ? നീരജ് ചോപ്ര ഹരിയാന ജാവലിൻ ത്രോ, സ്വപ്നിൽ കുശാലെ മഹാരാഷ്ട്രയാണ്, അല്ലെങ്കിൽ ഏത് കായിക മേഖലയുമായി ബന്ധപ്പെടാൻ ചോദിച്ചാൽ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. അമൻ സഹരാവത്ത് ഗുസ്തിയുമായി ബന്ധപ്പെട്ടതാണ്. ദെൻ മനു ഭാക്കർ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്നതാണ്. മനു ഭാക്കറുമായി ബന്ധപ്പെട്ട നമ്മൾ പോൾ ചോദ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ മനു ഭാക്കറുമായി ബന്ധപ്പെട്ട് A to Z കണ്ടന്റ് നേരത്തെ വീഡിയോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് മനു ഭാക്കറിനും സർബ്ജോത് സിംഗിനും എന്ത് ഷൂട്ടിങ്ങിൽ, മിക്സഡ് ഷൂട്ടിങ്ങിലാണ് മെഡൽ കിട്ടുന്നത്. ഇന്ത്യയുടെ ഹോക്കി ടീം വെങ്കല മെഡലാണ് കിട്ടിയത്, പരാജയപ്പെടുത്തിയത് സ്പെയിനിനെയാണ്. ഇന്ത്യയുടെ ഹോക്കി ടീമിന് കിട്ടിയ മെഡൽ എന്താണ്? വെങ്കല മെഡലാണ്. പരാജയപ്പെടുത്തിയത് ഏത് രാജ്യത്തെയാണ്? സ്പെയിനിനെയാണ്. അപ്പൊ ഇന്ത്യൻ ഹോക്കിയുടെ ടീം ക്യാപ്റ്റൻ അത് ഹർമൻ പ്രീത് സിംഗ് അല്ലയോ? വളരെ ഇമ്പോർട്ടന്റ് കറണ്ട് അഫെയർ ആണ്. ഹർമൻ പ്രീത് സിംഗ് ഇന്ത്യയുടെ നിലവിലെ ഹോക്കി ടീം, അതായത് നിലവിലെ എന്ന് പറഞ്ഞാൽ 2024 പാരീസ് ഒളിമ്പിക്സിലെ ഹോക്കി ടീം ക്യാപ്റ്റൻ ഹർമൻ പ്രീത് സിംഗ് ആണ്. ഹോക്കി ടീമിലെ ഗോൾ കീപ്പർ ആണ് ആര്? PR ശ്രീജേഷ്. അതുകൂടി ഒന്ന് ഓർത്തു വെക്കണം. ഇനി മത്സര പരീക്ഷയിൽ ഉറപ്പായും ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 പ്രധാനപ്പെട്ട വ്യക്തികളെ പറ്റി ഡീറ്റെയിൽ ആയി തന്നെ പറയുന്നു. ഒന്ന് വിനേഷ് ഫോഗാട്ട്, ഗുസ്തി താരമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ പറയുന്ന പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് ഭാരത്തിൽ അധികമായതിന്റെ അടിസ്ഥാനത്തിൽ അയോഗ്യയാക്കിയല്ലോ, അതുകൊണ്ട് തന്നെ അതൊന്ന് ഓർത്തു വെക്കുക. ആ ഒരു ഏരിയ നിങ്ങൾ പഠിച്ചേക്കണം. ദെൻ അർഷാദ് നദീം ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ജാവലിൻ ത്രോയിൽ സ്വർണ്ണ മെഡൽ നേടിയ വ്യക്തിത്വമാണ് അർഷാദ് നദീം, പാകിസ്ഥാൻ താരമാണ്. 92.97 മീറ്റർ ആണ് അദ്ദേഹം ജാവലിൻ ത്രോ എറിഞ്ഞത്, അതുകൂടി ഒന്ന് ഓർത്തു വെക്കുക. ദെൻ നൊവാക് ജോക്കോവിച്ച് സെർബിയക്കാരനാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ അർമാൻഡെ ഡുപ്ലന്റീസ് പോൾ വാൾട്ട് സ്വീഡിഷ് താരമാണ്. ഇത്രയും പ്രത്യേകതകളുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഷുവർ ഫാക്റ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. ഇതിന്റെ PDF നോട്ടിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി ഓരോ ടോപ്പിക്ക് നമ്മൾ കറണ്ട് അഫേഴ്സിന്റെ വർക്കൗട്ട് ബാച്ചിന്റെ ലെസൺ പ്ലാൻ അല്ലെങ്കിൽ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് വേണ്ടി ഡിസ്കസ് ചെയ്യും. ആ സമയത്ത് ഏതൊക്കെ ഏരിയ ആണ് 25 ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചാൽ മതി. 25 ടോപ്പിക്ക് ഏതൊക്കെയാണ്, 25 ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ ഏരിയ നിങ്ങൾ കവർ ചെയ്യണം തുടങ്ങിയിട്ടുള്ള കണ്ടന്റ് ഉൾപ്പെടെ സ്റ്റഡി ടൈം ടേബിൾ ഉൾപ്പെടെ നമ്മൾ ഈ പറയുന്ന ഇന്നേ ദിവസം തന്നെ പബ്ലിഷ് ചെയ്യും. അതുകൂടി നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ വായിച്ചു വെച്ചേക്കുന്നതൊക്കെ ഒന്ന് റിവൈസ് ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും 10th പ്രിലിംസിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. 2025 കാലാവസ്ഥ വ്യതിയാന ഉച്ചകോടിയുടെ വേദി എവിടെയാണ് എന്നാണ് ചോദ്യം. 2025 അങ്ങനെ കേൾക്കുമ്പോഴാണ് 2025 ഒന്ന് അടിവരച്ചാണ്. 2025 കാലാവസ്ഥ വ്യതിയാന ഉച്ചകോടിയുടെ വേദി എന്നറിയപ്പെടുന്നത് അത് ബ്രസീലാണ്. 2025 എന്നാണ് ഞാൻ പറഞ്ഞത്. 2025 കാലാവസ്ഥ വ്യതിയാന ഉച്ചകോടിയുടെ വേദി അത് ബ്രസീലാണ്. അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് ഈ പറഞ്ഞ കാലാവസ്ഥ വ്യതിയാന ഉച്ചകോടി എന്നറിയപ്പെടുന്ന ഒരു ഏരിയ വരുമ്പം 2025 ബ്രസീലാണ്, അത് COP30 എന്ന് പറയും. 2024 അസർബൈജാൻ ആണ്. 2023 ദുബായ് ആണ്. 2022 ഈജിപ്റ്റ് ആണ്. ഈ പറയുന്ന 4 പ്രധാനപ്പെട്ട കണ്ടന്റും പഠിക്കണം. 2024 അസർബൈജാനിൽ ആയിരുന്നു, 2023 ദുബായിലായിരുന്നു, 2022 ഈജിപ്തിലായിരുന്നു, 2025 ഇനി കാലാവസ്ഥ വ്യതിയാന ഉച്ചകോടി നടക്കാൻ പോകുന്നത് ബ്രസീലിലാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മത്സര പരീക്ഷയിൽ ഉറപ്പായും ചോദ്യ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് ഈ പറഞ്ഞ വേദികൾ, അന്താരാഷ്ട്ര വേദികൾ ഇമ്പോർട്ടന്റ്. അപ്പൊ പ്രീവിയസ് ക്ലാസ്സിലൊക്കെ ഈ പറയുന്ന ഓരോ കാര്യങ്ങൾ
നിങ്ങൾ നോക്കിയാൽ മതി. കഴിഞ്ഞ LDC പരീക്ഷയ്ക്ക് നമ്മൾ ഏകദേശം 5ഓളം വർക്കൗട്ട് വീഡിയോ പബ്ലിഷ് ചെയ്തു. അതിനകത്ത് പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഉണ്ട്. അതിനുശേഷം LGS പരീക്ഷയ്ക്ക് വേണ്ടി വർക്കൗട്ട് വീഡിയോ പബ്ലിഷ് ചെയ്തു. ഈ പറയുന്ന കറണ്ട് അഫയേഴ്സ് എല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 10th ലെവൽ പ്രിലിംസ് ഫോക്കസ് ചെയ്യുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ആ ക്ലാസ് കൂടി ഒന്ന് കാണുക, ആ ക്ലാസിന്റെ PDF കൂടി ഒന്ന് വായിച്ചെടുക്കുക. ആ ക്ലാസ്സിനോടൊപ്പം ആ PDF-നോടൊപ്പം ഇതും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഫുൾ ടോപ്പിക് കവർ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ പറഞ്ഞ കാലാവസ്ഥ വ്യതിയാന ഉച്ചകോടി ഒന്ന് ഓർത്തു വെക്കണേ. അടുത്തത് 109ാമത് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി അത് പഞ്ചാബിലെ ലൗലി സർവകലാശാലയാണ്. 109ാമത് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി എവിടെയാ? അത് ലൗലി സർവകലാശാല, പഞ്ചാബ്. ദെൻ കേരളം ആതിഥേയത്വം വഹിക്കുന്ന ആദ്യ ഇന്റർനാഷണൽ ഫിഷറീസ് കോൺഗ്രസിന്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കുഫോസ് ആണ്. 2024 38ാമത് ദേശീയ ഗെയിംസിന്റെ വേദി അത് ഉത്തരാഖണ്ഡ് ആണ്. ടിക്ക് ചെയ്ത് പഠിക്കണം. 2024 38ാമത് ദേശീയ ഗെയിംസിന്റെ വേദി അത് ഉത്തരാഖണ്ഡ് ആണ്. 2025 ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ വേദി എവിടാണെന്ന് ചോദിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് 2025 ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ വേദി എന്നറിയപ്പെടുന്നത് അത് കൊറിയയാണ്. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വരും. ഈ പറഞ്ഞ 2025 ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ വേദി കൊറിയയാണ്. 2024 വേദി ഏതാ? അത് സൗദി അറേബ്യ. 2023 വേദി ഐവറി കോസ്റ്റ്. 2022 വേദി എവിടെയാണ്? അത് സ്വീഡൻ ആണ്. സ്വീഡൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലോകത്തിൽ ആദ്യമായി ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത രാജ്യം അത് സ്വീഡനാണ്. പഠിക്കാൻ വേണ്ടി എളുപ്പത്തിൽ സ്വീറ്റ് സ്വീഡൻ എന്നാ പഠിക്കണ്ടേ? സ്വീറ്റ് സ്വീഡൻ. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കണ്ടന്റ് പ്രധാനപ്പെട്ട വേദികളുമായി ബന്ധപ്പെട്ട്, അന്താരാഷ്ട്ര വേദികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കണം. ഈ ഒരു ഏരിയ മാത്രം പഠിച്ചാൽ പോരാ. പറഞ്ഞാൽ 25 ടോപ്പിക്കിന്റെ വർക്കൗട്ട്, അതിന്റെ സ്റ്റഡി ടൈം ടേബിൾ ഉൾപ്പെടെ നമ്മൾ പബ്ലിഷ് ചെയ്യും. അപ്പൊ ഇത്രയും ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് 2024 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സിന്റെ പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. അതിലൊന്ന് കേരളവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പദ്ധതികൾ, പ്രധാനപ്പെട്ട അപ്പോയിന്റ്മെന്റുകൾ, ഏതെങ്കിലുമൊക്കെ മലയാളികളുണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ മത്സര പരീക്ഷയിൽ ഉറപ്പായും ചോദിക്കും. അതുകൊണ്ട് തന്നെ ഒന്നാമതൊരു പദ്ധതിയാണ് കേരള സർക്കാരിന്റെ അല്ലെങ്കിൽ കേരള ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയാണ് K-RISE. ഇത് വളരെ ചിലപ്പം ഇത് കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലോ എന്ന് തോന്നും. നമ്മൾ പരീക്ഷകളിൽ കയറുമ്പോൾ കുഴഞ്ഞു പോകരുത്. പൊതുജനങ്ങൾക്ക്, കേരളത്തിലെ പൊതുജനങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ അരി ലഭ്യമാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയുടെ പേരാണെന്ത്? K-RISE എന്ന് പറയുന്നത്. അതൊന്ന് ഓർത്തു വെക്കുക. അപ്പൊ നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട കേരള ബാങ്കുമായി ബന്ധപ്പെട്ട ചോദ്യം, K-ഫോണുമായി ബന്ധപ്പെട്ടൊക്കെ ചോദ്യം, ഈ പറഞ്ഞ മെഡിസെപ്പുമായി ബന്ധപ്പെട്ടൊക്കെ ചോദ്യം ചോദിക്കും. ആ ചോദ്യത്തിനോടൊപ്പം പഠിക്കേണ്ട ഒരു ഏരിയ ആണ് K-RISE. പൊതുജനങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ അരി ലഭ്യമാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയുടെ പേര് K-RISE എന്നാണ്. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി ചുമതലയേറ്റ മലയാളി ആരും ചോദിച്ചാൽ അത് AS രാജീവ് ആണ്. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി ഇന്ത്യ മഹാരാജ്യത്തെ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിലുള്ള ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ ഫ്യൂച്ചർ ലാബ്സ് സെന്റർ ആരംഭിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിലാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ ഫ്യൂച്ചർ ലാബ്സ് സെന്റർ ആരംഭിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ ടെക്നോ പാർക്കിലാണ്. അതൊന്ന് ഓർത്തു വെക്കുക. ഇന്ത്യയിൽ ആദ്യത്തെ ടെക്നോ പാർക്കാണ് തിരുവനന്തപുരം ടെക്നോ പാർക്ക്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ. ഇനി ISA ഫൗണ്ടേഷനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ISA ഫൗണ്ടേഷന്റെ സ്ത്രീരത്ന ദേശീയ പുരസ്കാരത്തിന് അർഹയായ മലയാളി ടെസ്സി തോമസ് ആണ്. ടെസ്സി തോമസിനെ അറിയപ്പെടുന്ന പേര് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ APJ അബ്ദുൽ കലാം ആണ്. ടെസ്സി തോമസിനെയാണല്ലോ മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. അപ്പൊ DRDOയുടെ മുൻ ശാസ്ത്രജ്ഞ കൂടിയായ ടെസ്സി തോമസ് ആണ് മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. ഇവർക്കാണ് ISA ഫൗണ്ടേഷന്റെ 2024 സ്ത്രീരത്ന ദേശീയ പുരസ്കാരം ലഭിച്ചത്. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി ടൊവിനോ തോമസുമായി ബന്ധപ്പെട്ട് ചോദ്യ സാധ്യത ഏറ്റവും കൂടുതലുള്ള ഒരു ഏരിയയാണ് പോർച്ചുഗലിലെ പ്രധാന അന്താരാഷ്ട്ര ചലച്ചിത്രമേളയായ ഫാൻഡസ് പോർട്ടോ ചലച്ചിത്രമേളയുടെ 44ാമത് എഡിഷനിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ടൊവിനോ തോമസ് ആണ്. അദ്ദേഹത്തിന്റെ ചിത്രം അദൃശ്യ ജാലകങ്ങളാണ്. അതൊന്ന് ഓർത്തു വെക്കണം. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ടത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പഠിക്കണം, സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഉറപ്പായും പഠിക്കണം. അതിനോടൊപ്പം ഈ മൈക്രോ നോട്ട് PDF കൂടി ഒന്ന് വായിച്ചു വെച്ചേക്കണം. ടൊവിനോ തോമസിന്റെ ചിത്രം മറക്കല്ലേ. അദൃശ്യ ജാലങ്ങളിലെ അഭിനയ മികവിനാണ് എന്ത് പോർച്ചുഗലിലെ പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര ചലച്ചിത്രമേളയായ
ഫാന്റാസ്പോർട്ടോ ചലച്ചിത്രമേളയുടെ 44ാമത് എഡിഷനിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? അത് ടൊവിനോ തോമസ് ആണ്. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി പാലക്കാട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ചിറ്റടി ശ്രീ മണ്ണൂർ ഭഗവതി ക്ഷേത്രം. ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്ര വസ്തുത കൂടിയുണ്ട്. 7 നൂറ്റാണ്ടിലധികം പഴക്കം കണക്കാക്കുന്ന വട്ടെഴുത്ത് ലിഖിതം. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് വട്ടെഴുത്ത് സമ്പ്രദായം എന്താണ്, വട്ടെഴുത്ത് ലിപി എന്താണെന്നൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പൊ അതിനോടൊപ്പം ഈ പറയുന്ന അപ്ഡേഷൻ കണ്ടന്റ് കൂടി ഒന്ന് ഓർത്തു വെക്കണം. 7 നൂറ്റാണ്ടിലധികം പഴക്കം കണക്കാക്കുന്ന വട്ടെഴുത്ത് ലിഖിതം കണ്ടെത്തിയത് എവിടെ നിന്ന്? അത് പാലക്കാട് ജില്ലയിലെ ചിറ്റടി ശ്രീ മണ്ണൂർ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നാണ് ഈ പറഞ്ഞ വട്ടെഴുത്ത് ലിഖിതം കണ്ടെത്തിയത്. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി PK കാളനുമായി ബന്ധപ്പെട്ടൊരു പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമുണ്ട്. ചോദ്യം ഇതാണ്, നമ്മൾ പഠിക്കുമ്പം 3 ആളുകളെ, എനിക്ക് തോന്നുന്നു കേരള ഹിസ്റ്ററി ഇന്നലത്തെ ക്ലാസ്സിൽ ഉൾപ്പെടെ നമ്മൾ ഈ കണ്ടന്റ് ഡിസ്കസ് ചെയ്തു എന്നാണ് വിശ്വാസം. കഴിഞ്ഞ ദിവസം പബ്ലിഷ് ചെയ്ത കേരള ജോഗ്രഫിയിൽ ഉൾപ്പെടെ ഈ 3 പ്രധാനപ്പെട്ട വ്യക്തികളെ പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. PK കാളനുമായി ബന്ധപ്പെട്ട പോയിന്റ്, കരിന്തണ്ടനുമായി ബന്ധപ്പെട്ട പോയിന്റ്, പിന്നെ കൊല്ലുമ്പൻ മൂപ്പനുമായി ബന്ധപ്പെട്ട പോയിന്റ് പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. ആ പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ വീണ്ടും റിവൈസ് ചെയ്ത് പോകുന്നില്ല. അപ്പൊ ചോദ്യം ഇതാണ്, പ്രശസ്ത ഗദ്ദിക കലാകാരനും കേരള ഫോക്ലോർ അക്കാദമിയുടെ മുൻ ചെയർമാനുമായ, ഇപ്പോഴത്തെ ചെയർമാൻ അല്ല, മുൻ ചെയർമാനുമായ PK കാളന്റെ സ്മരണയ്ക്കായിട്ട് കേരള സർക്കാർ ഏർപ്പെടുത്തിയ പുരസ്കാരം 2024 നേടിയത് K കുമാരനാണ്. ഈ K കുമാരന്റെ പ്രത്യേകത, അദ്ദേഹം ചിമ്മാനക്കളി കലാകാരനും മാരിത്തെയ്യം പാട്ടുകാരനുമായ വ്യക്തിത്വമാണ് K കുമാരൻ. അപ്പൊ നമുക്ക് വേണ്ട ചോദ്യം ഇതാണ്, PK കാളൻ ഗദ്ദികയുടെ വികസനത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ്. അദ്ദേഹം ഗദ്ദികയുടെ കലാകാരനാണ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാൻ കൂടി ആയിരുന്നു. മുൻ ചെയർമാനാണ്. ഇപ്പോഴത്തെ ചെയർമാൻ അപ്ഡേഷനുണ്ട്, മാറ്റമുണ്ട്. കേരളത്തിലെ പ്രധാനപ്പെട്ട നിയമനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ പരീക്ഷയ്ക്ക് മുന്നേ അപ്പോൾ ഡിസ്കസ് ചെയ്തോളാം. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇനിയും പരീക്ഷയിൽ ചോദിക്കും. യുനെസ്കോ സാഹിത്യ നഗരം എന്ന പദവി ലഭിക്കുന്ന ഇന്ത്യയിൽ ആദ്യത്തെ നഗരം അത് കോഴിക്കോടാണ്. യുനെസ്കോ സാഹിത്യ നഗരം എന്ന പദവി ലഭിക്കുന്ന ഇന്ത്യയിൽ ആദ്യത്തെ നഗരം ഏതെന്ന് ചോദിച്ചാൽ അത് കോഴിക്കോടാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സത്യത്തിന്റെ തുറമുഖം എന്നറിയപ്പെടുന്ന തുറമുഖം കോഴിക്കോട് തുറമുഖമാണെന്ന് നമുക്കറിയാം. കേരളത്തിൽ ആദ്യമായിട്ട് ഓപ്പറേഷൻ സുലൈമാനി എന്നറിയപ്പെടുന്ന പദ്ധതി, ബിഷപ്പ് രഹിത പദ്ധതിയായ ഓപ്പറേഷൻ സുലൈമാനി നടപ്പിലാക്കിയത് കോഴിക്കോടാണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 2022 നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കുറവെന്നാണ് പറയുന്നത്. ഏറ്റവും കുറവ് എന്തുള്ളത്? ഈ പറഞ്ഞ കുറ്റകൃത്യങ്ങൾ കുറവുള്ള നഗരങ്ങളിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു നഗരം കോഴിക്കോട്. കുറ്റകൃത്യങ്ങൾ കുറവെന്നാണ് ഞാൻ പറഞ്ഞത്, കൂടുതലെന്നല്ല പറഞ്ഞത്. അതൊന്ന് ഓർത്തു വെക്കണം. അടുത്തത്, ലോകത്താദ്യമായിട്ട് ഭൗമ സൂചിക പദവി ലഭിച്ച ഏക മരം അല്ലെങ്കിൽ മരം ഏതെന്ന് ചോദിച്ചാൽ അത് നിലമ്പൂർ തേക്കാണ്. അതൊന്ന് ഓർത്തു വെക്കണേ. ലോകത്താദ്യമായിട്ട് ഭൗമ സൂചിക പദവി ലഭിച്ച മരം ഏതെന്ന് ചോദിച്ചാൽ അത് നിലമ്പൂർ തേക്കാണ്. അതൊന്ന് ഓർത്തു വെക്കണം. അടുത്തത്, കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു വികസന ബോർഡ്, പുതുതായിട്ട് നിലവിൽ വന്ന കേരള കള്ളു വ്യവസായ വികസന ബോർഡിന്റെ ആദ്യ അധ്യക്ഷന്റെ പേര് UP ജോസഫ് എന്നാണ്. അപ്പൊ നമുക്ക് നേരത്തെ ഒരു ചോദ്യം നമ്മൾ ഈ പറയുന്ന വർക്കൗട്ട് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ആദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ബോർഡ് ആരംഭിച്ച സംസ്ഥാനം അത് കേരളമല്ലേ? രാജേന്ദ്രൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണല്ലോ ഈ പറയുന്ന തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ പ്രഥമ ചെയർമാനായിട്ട് വരുന്നത്. അതേപോലെ ഇവിടുത്തെ കണ്ടന്റ് കൂടി ഒന്ന് ഓർത്തു വെക്കണം. പുതുതായി നിലവിൽ വന്ന കേരള കള്ളു വ്യവസായ വികസന ബോർഡിന്റെ പ്രഥമ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ അത് UP ജോസഫ് ആണ്. അതൊന്ന് ഓർത്തു വെക്കുക. അടുത്തത്, എറണാകുളം ജില്ലയിലെ കൊച്ചി ഫോക്കസ് ചെയ്യുമ്പോൾ 3 കറണ്ട് അഫയർ നിങ്ങൾ പഠിക്കണം. ഒന്ന് ഇന്ദിര, പ്രധാനപ്പെട്ട കറണ്ട് അഫയർ ആണ്. ദെൻ ജലമെട്രോ, പ്രധാനപ്പെട്ട കറണ്ട് അഫയർ ആണ്. മെട്രോ, പ്രധാനപ്പെട്ട കറണ്ട് അഫയർ ആണ്. അതിനെ കൂടി ഈ ഒരു പോയിന്റ് കൂടെ ഒന്ന് ഓർത്തു വെക്കണം. 46ാമത് അന്റാർട്ടിക് കൺസൾട്ടേറ്റീവ് ഉച്ചകോടിയുടെ വേദി അത് കൊച്ചിയാണ്. എറണാകുളം ജില്ലയിലെ കൊച്ചിയാണ് 46ാമത് അന്റാർട്ടിക് കൺസൾട്ടേറ്റീവ് ഉച്ചകോടിയുടെ വേദി കൊച്ചിയാണ്. അപ്പൊ കൊച്ചിയുമായി ബന്ധപ്പെട്ട് ഒന്നാമത്തെ വസ്തുത ഇന്ദ്രയാണ്. എന്താ ഇന്ദ്രയുടെ പ്രത്യേകത? ഇന്ത്യയിൽ ആദ്യത്തെ സൗരോർജ ക്രൂയിസ് ബോട്ട്, ഇന്ത്യയിൽ ആദ്യത്തെ സോളാർ ക്രൂയിസ് ബോട്ട് അത് ഇന്ദ്രയാണ്. അപ്പൊ ഇന്ത്യയിൽ ആദ്യത്തെ സൗരോർജ ബോട്ട് ഏതാ? ഇന്ത്യയിൽ ആദ്യ സൗരോർജ ബോട്ട് ചോദിച്ചാൽ അത് ആദിത്യയാണ്. അത് തവണക്കടവിൽ നിന്ന് വൈക്കത്തേക്ക് സർവീസ് നടത്തിയ ആദിത്യ ഇന്ത്യയിൽ ആദ്യ സൗരോർജ ബോട്ടും, ഇന്ത്യയിൽ ആദ്യത്തെ സൗരോർജ ക്രൂയിസ് ബോട്ട് എന്ന് വെച്ചാൽ എന്താണ്? വിനോദസഞ്ചാര ബോർഡ് ചോദിച്ചാൽ അതിന് ഉത്തരം ഇന്ദ്രയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ജലമെട്രോ സംവിധാനം വന്നത് അത് കൊച്ചിയിലാണ്. ഇന്ത്യയിലെ 8ാമത്തെ മെട്രോയാണ് കൊച്ചി മെട്രോ. കൊച്ചി ജലമെട്രോ വേറെ, കൊച്ചി മെട്രോ വേറെ. അതൊക്കെ ഒന്ന് ഓർത്തു വെച്ചാൽ നല്ലത്. അതൊന്ന് ഓർത്തു വെക്കണേ. അടുത്തത്,
വൈക്കം മുഹമ്മദ് ബഷീറിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പാണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ 16ാമത് ബഷീർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ഇ സന്തോഷ് കുമാറാണ്. അദ്ദേഹത്തിന്റെ കൃതി വളരെ ഇമ്പോർട്ടന്റ് ആണ്. നാരകങ്ങളുടെ ഉപമ എന്നറിയപ്പെടുന്ന കൃതി ഇ സന്തോഷ് കുമാറാണ്. മത്സര പരീക്ഷയിൽ ചോദിക്കുന്ന സമയത്ത് ഈ പുരസ്കാരമാകണമെന്നില്ല ചോദിക്കേണ്ടത്, ഈ കൃതി എഴുതാരെന്നായിരിക്കാൻ ചോദിക്കുന്നത്. അപ്പൊ ഉത്തരം ഇ സന്തോഷ് കുമാറാണ്. അടുത്തത് വനിതാ ശിശു വികസന വകുപ്പിന്റെ സ്ത്രീ ശാക്തീകരണ രംഗത്തെ പ്രത്യേക പുരസ്കാരത്തിന് അർഹമായത് ആരെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അർഹമായ പദ്ധതിയാണ് കുടുംബശ്രീ പദ്ധതി. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. വനിതാ ശിശു വികസന വകുപ്പിന്റെ സ്ത്രീ ശാക്തീകരണ രംഗത്തെ പ്രത്യേക പുരസ്കാരത്തിന് 2024 അർഹമായ കൂട്ടായ്മ ഏതെന്ന് ചോദിച്ചാൽ അത് കുടുംബശ്രീയാണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം. അടുത്തത് മലയാളത്തിൽ ഇതുവരെ ഉള്ളതിൽ ഏറ്റവും ഉയർന്ന തിയേറ്റർ കളക്ഷൻ നേടിയ ചിത്രമാണ്. അത് മഞ്ഞുമൽ ബോയ്സ്. വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. മലയാളത്തിൽ ഇന്നേ കാലം വരെ ഇതുവരെ ഉള്ളതിൽ ഏറ്റവും ഉയർന്ന തിയേറ്റർ കളക്ഷൻ നേടിയ ചിത്രം ചോദിച്ചാൽ അത് ഇപ്പോഴത്തെ അപ്ഡേഷൻ പ്രകാരം മഞ്ഞുമൽ ബോയ്സ് ആണ്. മാറുന്ന സമയത്ത് മാറ്റി അപ്ഡേറ്റ് ചെയ്യണം. നിങ്ങളൊന്ന് ഓർത്തു വെക്കണം. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത്രയും കണ്ടന്റ് നമുക്ക് വേണം ഈ പറയുന്ന മൈക്രോ നോട്ടുമായി ബന്ധപ്പെട്ട്. ഇനി കുറച്ച് പോർഷൻ കൂടെ ആകുമ്പോൾ പാർട്ട് 1 ഏരിയ തീരും. അപ്പൊ ഈ പറഞ്ഞ പാർട്ട് 1 പ്രധാനപ്പെട്ട മൈക്രോ നോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഓരോ ടോപ്പിക്കും പഠിക്കുന്ന ടോപ്പിക് ഉൾപ്പെടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിന്റെ സ്റ്റഡി ടൈം ടേബിൾ ഉൾപ്പെടെയുള്ള കണ്ടന്റ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പബ്ലിഷ് ചെയ്യും. ഇനി കുറച്ച് പോർഷൻ കൊണ്ടുണ്ട്. പ്രധാനപ്പെട്ട ഇന്ത്യയിലെ നിയമനങ്ങൾ, കേരളത്തിലെ പ്രധാനപ്പെട്ട നിയമനങ്ങൾ, കേരളത്തിലെ പ്രധാനപ്പെട്ട പദ്ധതികളെല്ലാം കൂടെ നമ്മൾ സോർട്ട് ചെയ്ത് പറയാൻ പോവുകയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് വേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര സംഘടനകൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അല്ലെ? അന്താരാഷ്ട്ര സംഘടനകൾ എന്നറിയപ്പെടുന്ന ഏരിയ പഠിക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി പഠിക്കേണ്ട ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ UN സെക്രട്ടറി ജനറലാണ്. അപ്പൊ ചോദ്യം ഇതാണ്, UN സെക്രട്ടറി ജനറലായ എത്രാമത്തെ വ്യക്തിയാണ് ആന്റോണിയോ ഗുട്ടറസ്? അദ്ദേഹമാണ് ഇപ്പോഴത്തെ UN സെക്രട്ടറി ജനറൽ. ആന്റോണിയോ ഗുട്ടറസ് ആണല്ലോ. അപ്പൊ UN സെക്രട്ടറി ജനറലായ എത്രാമത്തെ വ്യക്തിയാണ് ആന്റോണിയോ ഗുട്ടറസ് എന്ന് ചോദിച്ചാൽ ഉത്തരം 9ാമത്തെ വ്യക്തിയാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിച്ചിരിക്കും. അപ്പൊ ഈ പറയുന്ന ഐക്യരാഷ്ട്ര സഭ എന്നറിയപ്പെടുന്ന, ഐക്യരാഷ്ട്ര സംഘടന എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സഭ എന്നറിയപ്പെടുന്ന സംഘടന നിലവിൽ വന്നത് 1945 ഒക്ടോബർ 24 നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. UN ഡേ അല്ലെങ്കിൽ UN ദിനം ഒക്ടോബർ 24. നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ UN ദിനങ്ങൾ ഉറപ്പായും ചോദിക്കും. UN ഡേ എന്നറിയപ്പെടുന്ന ടോപ്പിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടും ചോദിക്കും. UN വർഷങ്ങൾ ചോദിക്കും. ഇതിന്റെ എല്ലാം PDF നോട്ട് ടെലഗ്രാം കൂട്ടായ്മയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ജോയിൻ ചെയ്ത് കാണാം, അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് പഠിക്കാം. ആ പബ്ലിക് ടെലഗ്രാം ഗ്രൂപ്പിലാണ് ഇട്ടേക്കുന്നത്. അല്ലാതെ അതിനകത്ത് ബാച്ച് വർക്കൗട്ട് ആയിട്ടോ പെയ്ഡായിട്ടോ ഒന്നും അല്ല ഇട്ടേക്കുന്നത്. ടെലഗ്രാം കൂട്ടായ്മയിൽ നിങ്ങൾ അത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാമെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ഒരു ടാസ്ക്. ആ കണ്ടന്റുകളെല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. UN ദിനങ്ങൾ, പ്രധാനപ്പെട്ട ദിനങ്ങൾ, UN പ്രധാനപ്പെട്ട വർഷങ്ങൾ, ലേറ്റസ്റ്റ് 2024, 2025 വർഷം ഉൾപ്പെടെയുള്ള സ്ലൈഡ് കണ്ടന്റ് ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഐക്യരാഷ്ട്ര സഭയുമായി ബന്ധപ്പെട്ട 1945 ഒക്ടോബർ 24 UN നിലവിൽ വരുന്നത്. UNന്റെ നിലവിലെ സെക്രട്ടറി ജനറൽ ആരാണ്? അത് ആന്റോണിയോ ഗുട്ടറസ് ആണ്. അദ്ദേഹം പോർച്ചുഗലാണ്. അത് ഓർത്തു വെക്കുക. ദെൻ ഈ പറയുന്ന ഐക്യരാഷ്ട്ര സഭയ്ക്ക് ഒരു ആസ്ഥാനമുണ്ട്. ആസ്ഥാനം അത് ന്യൂയോർക്കാണ്. ഐക്യരാഷ്ട്ര സഭയിൽ നിലവിൽ 193 അംഗരാജ്യങ്ങളുണ്ട്. സ്കൂൾ ടെക്സ്റ്റിൽ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്, ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സ്കൂൾ ടെക്സ്റ്റിൽ കണ്ടന്റ് 193 അംഗരാജ്യങ്ങൾ. ഏറ്റവും അവസാനമായി അംഗമായ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് ദക്ഷിണ സുഡാൻ അല്ലെങ്കിൽ സൗത്ത് സുഡാൻ ആണ്. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി ഇതേപോലെ അന്താരാഷ്ട്ര സംഘടനയുടെ പേരാണല്ലോ നാറ്റോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. 1949 ഏപ്രിൽ 4 നാറ്റോ നിലവിൽ വരുന്നത്. നിലവിലെ സെക്രട്ടറി ജനറൽ അത് മാർക്ക് റൂട്ടെയാണ്. മാർക്ക് റൂട്ടെ മുൻ ഡച്ച് പ്രധാനമന്ത്രിയാണ്. അദ്ദേഹമാണ് നാറ്റോയുടെ നിലവിലെ സെക്രട്ടറി ജനറൽ. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി 2024 ഒക്ടോബർ വരെ സെക്രട്ടറി ജനറൽ ആരായിരുന്നു? അത് ജെൻസ് സ്റ്റോൾട്ടൻബർഗ് ആയിരുന്നു. നോർവേയുടെ മുൻ പ്രധാനമന്ത്രി ആയിരുന്ന ജെൻസ് സ്റ്റോൾട്ടൻബർഗ് ആയിരുന്നു. ഇപ്പോൾ നിലവിൽ ആരാണ്? മാർക്ക് റൂട്ടെയാണ്. ഈ ചോദ്യം ഞാൻ എന്തുകൊണ്ട് ഡിസ്കസ് ചെയ്തു എന്ന് ചോദിച്ചാൽ ഇക്കഴിഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് നടത്തിയ പരീക്ഷയിൽ ശ്രീലങ്കയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ഉണ്ടായിരുന്നു. ശ്രീലങ്കയുടെ നിലവിലെ അപ്പോയിന്റ്മെന്റ് അല്ല ചോദിച്ചു വെച്ചേക്കുന്നത്, നിലവിൽ അപ്പോയിന്റ്മെന്റിന് തൊട്ട് മുന്നേ ആരായിരുന്നു എന്നാണ് ചോദ്യകർത്താവ് ചോദിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടും ഞാൻ ഡിസ്കസ് ചെയ്ത് പോവാ. നാറ്റോയുമായി ബന്ധപ്പെട്ട് നിലവിലെ സെക്രട്ടറി ജനറൽ അത് മാർക്ക് റൂട്ടെയാണ്. മുൻ ഡച്ച് പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2024 ഒക്ടോബർ വരെ, കഴിഞ്ഞ 2 മാസം മുന്നേ വരെ സെക്രട്ടറി ജനറൽ അത് ജെൻസ് സ്റ്റോൾട്ടൻബർഗ് ആയിരുന്നു. നോർവേ മുൻ പ്രധാനമന്ത്രിയാണ്. ഈ നാറ്റോയ്ക്ക് ഒരു ആസ്ഥാനമുണ്ട്.
ആസ്ഥാനമുണ്ട്. അത് ബെൽജിയത്തെ ബ്രസൽസ് ആണ്. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷന്റെ ആസ്ഥാനം. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി ലോക ബാങ്കുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ലോക ബാങ്ക് അല്ലെങ്കിൽ IBRD, അന്താരാഷ്ട്ര നാണയനിധി എന്നറിയപ്പെടുന്ന IMF. ഈ രണ്ട് ബാങ്കുകളെയും കോമൺ ആയിട്ട് അറിയപ്പെടുന്ന പേരാണ് ഇതിന്റെ ഏറ്റവും പ്രധാന ബ്രെട്ടൺ വുഡ് ടിൻസ് അല്ലെങ്കിൽ ബ്രെട്ടൺ വുഡ് ഇരട്ടകൾ എന്നറിയപ്പെടുന്നത് IMF-നെയും IBRD ആണല്ലോ. ഈ IBRD ആണല്ലോ ലോക ബാങ്ക്. ലോക ബാങ്കിന്റെ 14ാമത്തെ പ്രസിഡന്റ് അജയ് ബംഗയാണ്. ഇന്ത്യൻ വംശജനാണ്. 2023 ജൂൺ മാസം മുതലാണ് അദ്ദേഹത്തിന്റെ നിയമനം നടക്കുന്നത്. അതിൽ 5 വർഷത്തേക്കാണ് ലോക ബാങ്കിന്റെ പ്രസിഡന്റ് ആയിട്ട് ആര് വരുന്നത്? അജയ് ബംഗ വരുന്നത്. അപ്പൊ 2024 നിങ്ങൾ പഠിക്കണ്ട, വേറെ പഠിക്കണ്ട. 2024 പഠിക്കണം, 2025 വേറെ പഠിക്കണ്ട, 2026 വരെ നിങ്ങൾ 2027 വരെയും നിങ്ങൾ എന്ത് പഠിക്കണ്ട? ഈ ലോക ബാങ്കിന്റെ പുതിയ അപ്ഡേഷൻ പഠിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇൻ കേസ് ഇദ്ദേഹം മാറുന്ന ഏതെങ്കിലും സാഹചര്യം ഉണ്ടായാൽ മാത്രം ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ നിലവിൽ അജയ് ബംഗ ലോക ബാങ്കിന്റെ 14ാമത്തെ പ്രസിഡന്റ് ആണ്. ഈ ലോക ബാങ്കിന്റെ ആസ്ഥാനം വാഷിംഗ്ടൺ DC ആണ്. ഈ ലോക ബാങ്ക് എന്നറിയപ്പെടുന്ന IBRD-യുടെയും IMF-ന്റെയും ആസ്ഥാനം ഇവിടെ തന്നെ വാഷിംഗ്ടൺ DC ആണ്. വാഷിംഗ്ടൺ DC-യിൽ DC എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്ട് ഓഫ് കൊളംബിയ ആണെന്നാണല്ലോ. അപ്പൊ വാഷിംഗ്ടൺ DC ഒന്ന് ഓർത്തു വെക്കുക. ബ്രെട്ടൺ വുഡ് ഇരട്ടകൾ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ഈ IMF-നെയും IBRD ആണ്. ഈ പറഞ്ഞ IBRD ആണ് ലോക ബാങ്ക്. അന്താരാഷ്ട്ര നാണയനിധിയാണ് ഇത് IMF-വുമായി ബന്ധപ്പെട്ട് വീണ്ടും IMF-ന്റെ അധ്യക്ഷ സ്ഥാനത്ത് ഒരു വനിത വന്നിട്ടുണ്ട്. നേരത്തെ ഇരുന്ന വ്യക്തിത്വം തന്നെയാണ്. വീണ്ടും അതിനെ ക്രിസ്റ്റീന ലഗാർദയ്ക്ക് ശേഷം വരുന്ന ആളുകളെയൊക്കെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ക്രിസ്റ്റീന ലഗാർദ നേരത്തെ ഇരുന്ന ആളാണ്. ഇപ്പം അതേ വാക്കുമായി ബന്ധമുള്ള കണ്ടന്റ് ആണ്, അത് ഡിസ്കസ് ചെയ്തോളാം. ഇപ്പൊ ബ്രെട്ടൺ വുഡ് ഇരട്ടകൾ എന്നറിയപ്പെടുന്നത് IMF-നെയും IBRD ആണ്. ഇത് രണ്ടും നിലവിൽ വരുന്നത് 1945 ഡിസംബർ 27-നാണ് IMF-ഉം IBRD നിലവിൽ വരുന്നത്. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി മത്സര പരീക്ഷയിൽ ചോദ്യ സാധ്യത ഏറ്റവും കൂടുതലുള്ള ഒരു ദുരന്തമാണ് ഷിരൂർ ദുരന്തം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വാർത്താ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ വാർത്താ പ്രാധാന്യം അങ്ങേയറ്റം നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച ഒരു പോസിറ്റീവ് വാർത്ത വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സമയത്തുള്ള ഓരോ കണ്ടന്റുമാണ് പറഞ്ഞല്ലോ. മറ്റൊരാൾക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഷിരൂരിൽ അകപ്പെട്ട അല്ലെങ്കിൽ ഷിരൂർ ദുരന്തത്തിൽ നമ്മളിൽ നിന്ന് വിട്ടുപോയ വ്യക്തിയുടെ കുടുംബത്തിൽ ഉൾപ്പെടെ ഇതൊരു എന്താണ്? കണ്ണീരാണ് അല്ലെങ്കിൽ വേദനയാണ്. എന്നിരുന്നാലും ഒന്ന് പഠിച്ചു വച്ചേക്കുന്നു. ഒരിക്കലും ആ കണ്ണീരിൽ അല്ലെങ്കിൽ ആ ഒരു സങ്കടത്തിൽ ആനന്ദം കണ്ടെത്തുകയല്ല, മറിച്ച് ചോദ്യ സാധ്യത വന്നാൽ ഒരു മാർക്ക് ചോദിച്ചാൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു മാർക്കായിട്ട് ഇത് മാറണം. ദുരന്തം നടക്കുന്നത് 2024 ജൂലൈ 16 ബൈന്ദൂർ താലൂക്കാണ്. കർണാടക സംസ്ഥാനത്തെ ബൈന്ദൂർ താലൂക്കിലാണ് ഈ ദുരന്തം നടക്കുന്നത്. ഷിരൂർ ദുരന്തത്തിൽ കാണാതായ കോഴിക്കോട് സ്വദേശിയായ അർജുന്റെ തിരച്ചിലിന് നേതൃത്വം കൊടുത്ത മുങ്ങൽ വിദഗ്ധന്റെ പേര് ഈശ്വർ മാൽപേ എന്നാണ്. അതൊന്ന് ഓർത്തു വെക്കുക. ദെൻ അർജുന്റെ മൃതദേഹം കണ്ടെത്തിയ നദി ഗംഗാവലി നദിയാണ്. കണ്ടെത്തിയ തീയതി ആ ഡേറ്റ് ഒന്ന് ഓർത്തു വെച്ചാൽ നല്ലത്. 2024 സെപ്റ്റംബർ 25-നാണ്. 72 ദിവസത്തിന് ശേഷം, ആ 72 ദിവസത്തിനെ തെരച്ചിലിന് ശേഷമാണ് 2024 സെപ്റ്റംബർ 25-ന് അർജുന്റെ മൃതദേഹം കണ്ടെത്തുന്നത്. തിരച്ചിലിന് ഏകോപനം നടത്തിയത് അവിടെ മഞ്ചേശ്വരം MLA ആയ AK അഷ്റഫും കർണാടകത്തിലെ കാർവാർ MLA ആയ സതീഷ് കൃഷ്ണ സെയിലാണ്. അദ്ദേഹം ഈയിടെ അറസ്റ്റിലായിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട പോയിന്റുകളൊക്കെ ഒന്ന് വായിച്ച് അപ്ഡേറ്റ് ചെയ്യുക. അതുകൂടി ഒന്ന് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ആരുടെ വിയോഗങ്ങളോ ആരുടെ ദുരന്തവും നമ്മൾ എന്ത് ചെയ്യുമല്ല, ആഘോഷിക്കുമല്ല. ചോദ്യകർത്താവ് മത്സര പരീക്ഷയിൽ ഒരു ചോദ്യമായി ചോദിച്ചാൽ, അങ്ങനെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. പല ദുരന്തങ്ങളും പല അപകടങ്ങളും മത്സര പരീക്ഷയിൽ ചോദ്യമായി വന്നതുകൊണ്ടാണ് ഈ പറയുന്ന കണ്ടന്റും ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, 2024 100ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ പ്രധാനപ്പെട്ട നവോത്ഥാന പത്രമേത് എന്നാണ് ചോദ്യം. 2024 100ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ പ്രധാനപ്പെട്ട നവോത്ഥാന പത്രം. നിങ്ങൾ ഇതിന് ഉത്തരം പറഞ്ഞേ. 2024 ഈ പറഞ്ഞ 100ാം വാർഷികം ഇമ്പോർട്ടൻ്റ് ആണ്. 2024 100ാം വാർഷികം പറയുമ്പം എല്ലാ ക്ലാസ്സിലും ഞാൻ പഠിപ്പിക്കുന്ന കണ്ടന്റ് ആണ്. 100ാം വാർഷികം ഡിസ്കസ് ചെയ്യുമ്പം വൈക്കം ക്ഷേത്ര സമരം ഉറപ്പായും ചോദിക്കും. ചട്ടമ്പി സ്വാമികളെ പറ്റി ഉറപ്പായും ചോദിക്കും. അൽ അമീനെ പറ്റി ഉറപ്പായും ചോദിക്കും. കാരണം ഈ 3 വസ്തുതകളുടെയും 100ാം വാർഷികം 2024. വൈക്കം സമരത്തിന് 100ാം വാർഷികം 2024 ആയതുകൊണ്ട് തന്നെ വൈക്കം സമരം നിങ്ങൾ പഠിച്ചിട്ടേ പോകാവൂ. ഉറപ്പ് ചോദ്യം മറക്കരുത്. ചട്ടമ്പി സ്വാമിയുടെ സമാധിയുടെ 100ാം വാർഷികം 2024. അതുകൊണ്ട് മാത്രമല്ല ചട്ടമ്പി സ്വാമിയെ പറ്റി പഠിക്കേണ്ടത്. ചട്ടമ്പി സ്വാമി ഒരു നവോത്ഥാന നായകൻ കൂടിയാണ്. അദ്ദേഹത്തെ പറ്റി പഠിക്കണം. പിന്നെ ഉറപ്പായും ചോദ്യം വരുന്നത് 2024 100ാം സമാധി വാർഷികം ആയതുകൊണ്ട് തന്നെ. അൽ അമീൻ എന്നറിയപ്പെടുന്ന മാസികയ്ക്കും പ്രത്യേകതയുണ്ട്. 2024
100ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ പ്രധാനപ്പെട്ട നവോത്ഥാന പത്രത്തിന്റെ പേര് അൽ അമീൻ എന്ന. ഈ അൽ അമീൻ എന്നറിയപ്പെടുന്ന പത്രം സ്ഥാപിച്ചത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ. കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണല്ലോ. അപ്പൊ 1924 കോഴിക്കോട് നിന്നാണ് എന്താരംഭിക്കുന്നത്? ഈ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് എന്നറിയപ്പെടുന്ന, കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്ന വ്യക്തി അൽ അമീൻ എന്നറിയപ്പെടുന്ന മാസിക അല്ലെങ്കിൽ പത്രം സ്ഥാപിക്കുന്നത്. 1930 ഉപ്പ് സത്യാഗ്രഹം എന്നറിയപ്പെടുന്ന ടോപ്പിക്ക് പഠിച്ചിട്ട് പോകണം, നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഗുണകരമാകും. 1930 ഉപ്പ് സത്യാഗ്രഹം ബേപ്പൂർ അല്ലെങ്കിൽ കോഴിക്കോട് നിന്ന് നയിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അതിനുത്തരം ആരാണ്? ഈ പറയുന്ന മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ. 1930 ഉപ്പ് സത്യാഗ്രഹം ബേപ്പൂരിൽ നിന്ന് സംഘടിപ്പിച്ചത് അല്ലെങ്കിൽ കോഴിക്കോട് നിന്ന് സംഘടിപ്പിച്ചത് ആരാണ്? അത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബേപ്പൂരിൽ നിന്ന് സംഘടിപ്പിച്ചത്, കോഴിക്കോട് നിന്ന് സംഘടിപ്പിച്ചത്. അടുത്തത് പാലക്കാട് നിന്ന് സംഘടിപ്പിച്ച ആരെന്ന് ചോദിക്കും. പാലക്കാട് നിന്ന് സംഘടിപ്പിച്ചത് TR കൃഷ്ണസ്വാമി അയ്യറാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബേപ്പൂരിൽ നിന്ന്, കോഴിക്കോട് നിന്ന് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും, പാലക്കാട് നിന്ന് സംഘടിപ്പിച്ചത് TR കൃഷ്ണസ്വാമി അയ്യറ. പ്രധാനപ്പെട്ട നേതാവ് കെ കേളപ്പനാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനാണ്. അതൊക്കെ ഒന്ന് ഓർത്തു വെച്ചാൽ നല്ലത്. അടുത്തത് 2024 പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് കുറച്ച് കണ്ടന്റ് ആദ്യം പറഞ്ഞിരുന്നു. ഇനി ബാക്കിയുള്ള കണ്ടന്റും കൂടി ഓർത്തു വെക്കണം. 33ാമത് ഒളിമ്പിക്സിന്റെ വേദി പാരീസ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 117 ഇന്ത്യൻ താരങ്ങൾ പങ്കെടുക്കുന്നു. മലയാളി സാന്നിധ്യം 7 പേര്, 7 പേരുടെ പേരും അവരുടെ കായിക മേഖലയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചത് PV സിന്ധുവും അജന്ത ശരത് കമലും കൂടെ. PV സിന്ധു ബാഡ്മിന്റൺ കായിക മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിത്വമാണ്. അജന്ത ശരത് കമൽ ടേബിൾ ടെന്നീസുമായി ബന്ധപ്പെട്ടതാണ്. അതൊന്ന് ഓർത്തു വെക്കുക. ദെൻ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചത് മലയാളിയായ PR ശ്രീജേഷും മനു ഫാക്കറും കൂടിയാണ്. അത് മനു ഫാക്കർ ഷൂട്ടിംഗ് ആണ്, അദ്ദേഹം മലയാളിയല്ല. PR ശ്രീജേഷ് മലയാളിയാണ്, ഹോക്കി താരമാണ്. അതൊന്ന് ഓർത്തു വെക്കുക. ദെൻ അഭിനവ് ബിന്ദ്രയ്ക്ക് പ്രത്യേകതയുണ്ട്. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പരമോന്നത പുരസ്കാരമായ ഒളിമ്പിക് ഓർഡറിന് അർഹനായ ഇന്ത്യൻ ഷൂട്ടിംഗ് താരം അഭിനവ് ബിന്ദ്ര. നേരത്തെ ഡിസ്കസ് ചെയ്തു. അടുത്ത മെഡൽ നില ഏറ്റവും ഇമ്പോർട്ടന്റ് ചോദ്യം. 2024 പാരീസ് ഒളിമ്പിക്സ് പഠിക്കണം, 2024 പാരാലിമ്പിക്സ് നിങ്ങൾ പഠിക്കണം. മെഡൽ നില ഡിസ്കസ് ചെയ്യുമ്പം സ്വർണ്ണ മെഡൽ നേടിയത്, വെള്ളി മെഡൽ നേടിയത്, വെങ്കല മെഡൽ നേടിയത് തരംതിരിച്ച് തന്നെ പഠിക്കണം. 1ാം സ്ഥാനം മെഡൽ പട്ടികയിൽ 1ാം സ്ഥാനം അമേരിക്കയാണ്. 40 സ്വർണവും 44 വെള്ളിയും 42 വെങ്കലവും ചേർത്ത് 126 മെഡലാണ് അമേരിക്കയ്ക്കുള്ളത്. 2ാം സ്ഥാനം ചൈനയാണ്, മറക്കരുത്. മെഡൽ പട്ടിക 40, 27, 24, ആകെ മെഡലുകൾ 91. 3ാം സ്ഥാനം ജപ്പാനാണ്, 20 സ്വർണ്ണമുണ്ട്, 12 വെള്ളി, 13 വെങ്കലം, അങ്ങനെ ആകെ 45 മെഡലുണ്ട്. ഇന്ത്യ മെഡൽ പട്ടികയിൽ 71ാം സ്ഥാനമാണ്. ലോക ജനസംഖ്യയിൽ 1ാം സ്ഥാനമായി ഇന്ത്യ, മെഡൽ പട്ടികയിൽ 71ാം സ്ഥാനമാണ്. സ്വർണ്ണ മെഡൽ ഇല്ല, വെള്ളി മെഡൽ 1 വെള്ളി മെഡലാണ്, 5 വെങ്കല മെഡൽ. അപ്പൊ വെള്ളി മെഡൽ ജേതാവ് ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിത്വമാണല്ലോ. ജാവലിൻ ത്രോയുമായി ബന്ധപ്പെട്ടതാണല്ലോ. അതൊക്കെ ഒന്ന് ഓർത്തു വെക്കണം, വളരെ പ്രധാനപ്പെട്ടതാണ്. ആകെ 6 മെഡലാണ് ഇന്ത്യക്ക് കിട്ടുന്നത്, അതൊന്ന് ഓർത്തു വെക്കണം. അടുത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം, ഇത് ഉറപ്പായും ചോദിച്ചിരിക്കും. കേന്ദ്ര മന്ത്രിസഭ ഒരു ടോപ്പിക്ക്, സംസ്ഥാന മന്ത്രിസഭ ഒരു ടോപ്പിക്ക്, ലോക്സഭ ഒരു ടോപ്പിക്ക്. ഈ 3 ടോപ്പിക്കിൽ നിന്ന് ഒരു ചോദ്യമല്ല 3 ചോദ്യവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. 18ാം ലോക്സഭയിലെ വനിതാ മന്ത്രിമാരുടെ എണ്ണം എത്രയാണ്? 18ാം ലോക്സഭയിലെ വനിതാ മന്ത്രിമാരുടെ എണ്ണം അത് 7 ആണ്. അപ്പം 75 ഒരു അപ്ഡേഷൻ ആണല്ലോ. 75ന്റെ അപ്ഡേഷൻ മറക്കല്ലേ. 75ന് അപ്ഡേഷൻ ഉണ്ട്. 2ന് പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. അപ്പൊ 18ാം ലോക്സഭയിലെ വനിതാ മന്ത്രിമാരുടെ എണ്ണം അത് എത്രയാണ്? അത് 7 ആണ്. 2 ക്യാബിനറ്റ് മന്ത്രിമാർ ഉൾപ്പെടെ എത്ര പേര്? 7 പേര്. ഇനി എത്ര പേര് ആകെ എത്ര വനിതാ എംപിമാരുണ്ട്? 75 വനിതാ എംപിമാരുണ്ട്. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എടുത്ത സമയത്ത് 74 വനിതാ എംപിമാരെ ഉള്ളായിരുന്നു. അതിനുശേഷം ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയുണ്ടായി. അതിന്റെ പശ്ചാത്തലത്തിൽ പ്രിയങ്ക ഗാന്ധി അങ്ങനെ 75 വനിതാ എംപിമാരായിട്ട് മാറത്തില്ലേ? 75 വനിതാ എംപിമാരായിട്ട് പ്രിയങ്ക ഗാന്ധി മാറത്തില്ല. 74 ആയിരുന്നു. വീണ്ടും ഒരാളും കൂടെ വനിതാ എംപി സ്ഥാനത്തേക്ക് വരുന്നു. 75ാമതായിട്ട് പ്രിയങ്ക ഗാന്ധി. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് വേണ്ടത്, അപ്പം ഈ പറയുന്ന ആകെ എംപിമാരുടെ ശതമാനം പോലും മാറും. 13.8% നിലവിൽ 18ാം ലോക്സഭയിൽ ഉള്ള വനിതാ എംപിമാരുടെ ശതമാനം. ആകെ എംപിമാരുടെ 13.8% വനിതാ എംപിമാരുണ്ട്. അതൊന്ന് ഓർത്തു നോക്കുക. 18ാം ലോക്സഭയുടെ സ്പീക്കർ ഓം ബിർളയാണ്. ഓം ബിർള പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലം രാജസ്ഥാനിലെ കോട്ട മണ്ഡലമാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പറയുന്ന 18ാം ലോക്സഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടന്നല്ലോ. ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഈ പറഞ്ഞ ഓം ബിർളയ്ക്കെതിരെ മത്സരിച്ച ഒരു വ്യക്തിത്വമാണ് മലയാളിയായ എതിർ സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ്. കൊടിക്കുന്നിൽ സുരേഷിന് പ്രത്യേകതയുണ്ട്. KC വേണുഗോപാൽ പഠിക്കുന്നത് പോലെ തന്നെ കൊടിക്കുന്നിൽ സുരേഷിനെ പ്രത്യേകതയുണ്ട്. കൊടിക്കുന്നിൽ സുരേഷ്
സുരേഷിന്റെ പ്രത്യേകത, കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ ലോക്സഭാംഗമായ വ്യക്തി അത് കൊടിക്കുന്നിൽ സുരേഷാണ്. ഇദ്ദേഹം മാവേലിക്കര മണ്ഡലത്തെയാണ് ഇപ്പോൾ പ്രതിനിധാനം ചെയ്യുന്നത്. 8 തവണയാണ് ലോക്സഭാംഗമാകുന്നത്. മറക്കരുത്, 8 തവണ എന്ന് പറയുമ്പോൾ ഏകദേശം 8×5 40 വർഷക്കാലം ലോക്സഭാംഗമാകുന്നു എന്ന് പറഞ്ഞാൽ അതൊരു എന്താണ്, അതൊരു ക്രെഡിറ്റ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്ന് ഓർത്തു വെക്കുക, എതിർ സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷാണ്. ലോക്സഭാ സ്പീക്കർ 18ാം ലോക്സഭാ സ്പീക്കർ ഓം ബിർള, 18ാം ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി റായ്ബറേലി മണ്ഡലത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അതൊക്കെ നിങ്ങൾക്ക് കാണാപ്പാഠമാണെന്ന് എനിക്കറിയാം, അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് പഠിച്ചു വെച്ചാണ്. KC വേണുഗോപാലിന്റെ പ്രത്യേകം നമ്മൾ പറഞ്ഞല്ലോ, പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് നിലവിലെ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് ഈ പറയുന്ന KC വേണുഗോപാൽ. അതൊന്ന് ഓർത്തുവെക്കുക, വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, ദെൻ 18ാം ലോക്സഭയെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ 2 പ്രധാനപ്പെട്ട സൂപ്പർലേറ്റീവ് പഠിക്കണം. ഒന്ന് ഫസ്റ്റ്, മറ്റൊന്ന് ലീസ്റ്റ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കുറവ് എന്നറിയപ്പെടുന്ന ഒരു ലോജിക്ക് അവിടെ വർക്ക് ചെയ്യണം. ഒന്നുമില്ല, 20 ലോക്സഭാംഗങ്ങൾ ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിൽ 140 നിയമസഭാ സീറ്റുകൾ, 9 രാജ്യസഭാംഗങ്ങൾ, 9 രാജ്യസഭാ സീറ്റുകൾ, 20 ലോക്സഭാംഗങ്ങൾ. അതിൽ 18 ലോക്സഭാംഗങ്ങൾ UDFന്റെ കാൻഡിഡേറ്റ് ആണല്ലോ. ഒരാൾ LDF ആണ്, ഒരു NDA സ്ഥാനാർത്ഥി ഉണ്ട്, അല്ലെങ്കിൽ NDA അംഗവും കൂടെ ഉണ്ട്. ആലത്തൂരാണ് ഒരു LDF അംഗമുള്ളത്. K രാധാകൃഷ്ണനാണ് ആലത്തൂരിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചത്. K രാധാകൃഷ്ണൻ നേരത്തെ കേരള സംസ്ഥാന മന്ത്രിസഭയിൽ അംഗം കൂടിയായിരുന്നു. കേരളത്തിലെ പഴയ എന്ന് പറഞ്ഞാൽ നിലവിൽ പുതിയ വകുപ്പ് മന്ത്രി ഉണ്ടല്ലോ, അതിന് തൊട്ടു മുന്നേ കേരളത്തിലെ ദേവസ്വം വകുപ്പ് K രാധാകൃഷ്ണനായിരുന്നു. കേരളത്തിലെ പട്ടികജാതി വികസന വകുപ്പൊക്കെ K രാധാകൃഷ്ണനായിരുന്നു. അപ്പൊ നിലവിൽ ആലത്തൂരിലെ ലോക്സഭാ അംഗമാണ് ആര്? K രാധാകൃഷ്ണൻ. അതൊന്ന് ഓർത്തു വെക്കണം. ഓക്കെ, ദെൻ തൃശ്ശൂരിലെ ലോക്സഭാംഗം സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപി NDA സ്ഥാനാർത്ഥിയാണ്. അതുകൂടി ഒന്ന് ഓർത്തു വെക്കുക, നമുക്ക് വേണ്ട ചോദ്യമാണ്. ഇനി കേരളത്തിൽ നിന്ന് 18ാം ലോക്സഭയിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം ആർക്കാണ്? നമുക്ക് എല്ലാവർക്കും പ്രിയങ്ക ഗാന്ധിക്കാണ്. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം അടൂർ പ്രകാശിനാണ്. അടൂർ പ്രകാശ് പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലം ആറ്റിങ്ങൽ മണ്ഡലമാണ്. ആറ്റിങ്ങൽ കലാപം കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിരുന്നു. 5 കലാപം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പൊ ഈ പറയുന്ന ആറ്റിങ്ങൽ എന്നറിയപ്പെടുന്ന സ്ഥലം കൂടി ഒന്ന് ഓർത്തു വെക്കണേ. ഉറപ്പായും ഇത് മാത്രം പഠിച്ചാൽ പോരാ, നിങ്ങൾ വായിക്കുന്ന ടോപ്പിക്സ് എല്ലാം വായിച്ച് റിവൈസ് ചെയ്തോ, നമുക്ക് തരാൻ പറ്റുന്നതെല്ലാം ഞാനും തന്നോളാം. ഓക്കെ, ദെൻ 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2022. ഇമ്പോർട്ടന്റ് ചോദ്യം. ഈ പറയുന്ന ദേശീയ ചലച്ചിത്ര പുരസ്കാരം, ഈ പറഞ്ഞ ഓസ്കാർ പുരസ്കാരം, ഈ പറഞ്ഞ സംസ്ഥാന ചലച്ചിത്ര അവാർഡ്, അതൊക്കെ ഒന്ന് വായിച്ചു വെച്ചാണ്. നോട്ട്സ് PSC ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം കൂട്ടായ്മയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടൻ ഋഷഭ് ഷെട്ടിയാണ്. അദ്ദേഹത്തിന്റെ ചിത്രം കാന്താര. അപ്പൊ കാന്താരയിലെ അഭിനയത്തിനാണ് മികച്ച നടൻ പുരസ്കാരം ആർക്ക് കിട്ടുന്നത്? ഋഷഭ് ഷെട്ടിക്ക് കിട്ടുന്നത്. മികച്ച നടി 2 വ്യക്തികൾക്കാണ്, നിത്യ മേനോനും മാനസി പരേഖിനുമാണ്. മികച്ച ചിത്രം മലയാള ചിത്രമാണ്. മികച്ച ചിത്രം ആട്ടമാണ്. ഈ ആട്ടം എന്ന സിനിമ സംവിധാനം ചെയ്തത് ആനന്ദ് ഏകർഷിയാണ്. അതൊന്ന് ഓർത്തു വെക്കുക. മികച്ച മലയാള ചിത്രം എന്താണ്? അത് സൗദി വെള്ളക്കയാണ്. സൗദി വെള്ളക്ക സംവിധാനം ചെയ്തത് തരുൺ മൂർത്തിയാണ്. അപ്പൊ മികച്ച നടനെ കിട്ടി. മികച്ച നടൻ ഋഷഭ് ഷെട്ടി, മികച്ച നടി നിത്യ മേനോനാണ്, മികച്ച ചിത്രം ആട്ടമാണ്, മികച്ച മലയാള ചിത്രം ഏതാണ്? സൗദി വെള്ളക്കയാണ്. മറക്കല്ലേ. ഇനി മികച്ച സംവിധായകനുണ്ട്, അത് സൂരജ് R ബർജാത്തിയാണ്. ഇഞ്ചായി എന്ന സിനിമയുടെ സംവിധാന മികവിനാണ് അദ്ദേഹത്തിന് മികച്ച സംവിധായകൻ എന്ന പുരസ്കാരം കിട്ടുന്നത്. ദെൻ സാമൂഹിക വിഷയങ്ങൾ ആസ്പദമാക്കിയുള്ള മികച്ച ചിത്രമെന്നോ പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് അത് കച്ച് എക്സ്പ്രസിനാണ്. അതൊന്ന് ഓർത്തു വെക്കണേ. ഇനി നമുക്ക് വേണ്ടത് കേരളത്തിലെ പ്രധാനപ്പെട്ട അപ്പോയിന്റ്മെന്റുകൾ ഓർത്തു വെക്കണം. ഇത് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ആയിട്ട് തന്നോളാം. കേരളത്തിലെ പ്രധാനപ്പെട്ട പദവികൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒന്ന് ചീഫ് സെക്രട്ടറി, അത് ശാരദാ മുരളീധരനാണ് നിലവിലെ കേരളത്തിലെ ചീഫ് സെക്രട്ടറി. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിലെ നിലവിലെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അത് അലക്സാണ്ടർ തോമസ് ആണ്. കേരളത്തിലെ നിലവിലെ ലോകായുക്ത ഇമ്പോർട്ടന്റ് N അനിൽകുമാർ. അപ്പൊ കേരളത്തിലെ നിലവിലെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ, മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അലക്സാണ്ടർ തോമസ്, കേരള ലോകായുക്ത N അനിൽകുമാർ, കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് നിധിൻ മധുകർ ജാംദാർ ആണ്. അതൊന്ന് ഓർത്തു വെക്കണം. കേരള വഖഫ് ബോർഡിന്റെ 15ാമത് ചെയർമാനാണ് MK സക്കീർ. നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ കേരള PSCയുടെ നേരത്തെ ചെയർമാനായ MK സക്കീർ ആണ് കേരള വഖഫ് ബോർഡിന്റെ 15ാമത് ചെയർമാൻ. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന്റെ CEO അത് ശ്രീകുമാർ K നായരാണ്. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ചോദിച്ചാൽ അത് നെയ്യാറ്റിൻകര താലൂക്കാണ്. തുറമുഖ മാനേജിംഗ് ഡയറക്ടർ വിഴിഞ്ഞം തുറമുഖത്തിന്റെ MD ആരം ചോദിച്ചാൽ അത് ദിവ്യ S അയ്യർ ആണ്. ഈ ദിവ്യ S അയ്യറിന് ഏറ്റവും ലേറ്റസ്റ്റ് ഒരു അപ്ഡേഷൻ ഉണ്ട്. സാംസ്കാരിക മേഖലയുമായി
ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഡയറക്ടർഷിപ്പ് കൂടി ദിവ്യ എസ് അയ്യറിന് കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന കേരളത്തിലെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് അടുത്ത കേരള ബാങ്കിന്റെ നിലവിലെ സിഇഒ ചോദിച്ചാൽ കേരള ബാങ്കിന്റെ നിലവിലെ സിഇഒ ജോർട്ടി എം ചാക്കോ. ദെൻ കേരള കലാമണ്ഡലത്തിന്റെ കൽപ്പിത സർവകലാശാല ചാൻസലർ, കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ നിലവിലെ ചാൻസലർ മല്ലിക സാരാഭായാണ്. മൃണാളിനി സാരാഭായുടെ മകളായ മല്ലിക സാരാഭായാണ് കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ ചാൻസലർ. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട നിയമനമാണ് ഇന്ത്യയുടെ നിലവിലെ എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ ആര്. നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് നേരത്തെ ക്ലാസ്സിൽ, വീണ്ടും റിവൈസ് ചെയ്ത് പോവാണ്. ഇന്ത്യയുടെ നിലവിലെ എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? അത് KC വേണുഗോപാൽ ആണോ, അതോ ബൈജയന്ത് പാണ്ഡെ ആണോ, അതോ സഞ്ജയ് ജയ്സ്വാൽ ആണോ, അത് ഇതൊന്നുമല്ല. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ നിലവിലെ എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ അതിനുത്തരം സഞ്ജയ് ജയ്സ്വാൽ ആണ്. സഞ്ജയ് ജയ്സ്വാൽ ആണ് നിലവിൽ എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ. അപ്പൊ നിലവിൽ ഈ പറഞ്ഞ ഓരോ അപ്പോയിന്റ്മെന്റുകളും ഓർത്തു വെക്കണേ. ബൈജയന്ത് പാണ്ഡെക്ക് പ്രത്യേകതയുണ്ട്. നിലവിലെ കമ്മിറ്റി ഓൺ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗിന്റെ അധ്യക്ഷനാണ് ബൈജയന്ത് പാണ്ഡ. നിലവിലെ പാർലമെന്ററി കമ്മിറ്റിയായ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് KC വേണുഗോപാൽ. നിലവിലെ എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് ആര്? സഞ്ജയ് ജയ്സ്വാൽ. അതൊക്കെ ഒന്ന് ഓർത്തു വെക്കണേ. എസ്റ്റിമേറ്റ് കമ്മിറ്റിയെ പറ്റി പഠിക്കും വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട. ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർലമെന്ററി കമ്മിറ്റിയുടെ പേര് എസ്റ്റിമേറ്റ് കമ്മിറ്റി എന്നാണ്. എസ്റ്റിമേറ്റ് കമ്മിറ്റിയിൽ അംഗങ്ങളുടെ എണ്ണം 30 ആണ്. ഈ എസ്റ്റിമേറ്റ് കമ്മിറ്റി നിലവിൽ വരുന്നത് 1950 ആര് റെക്കമെൻഡ് ചെയ്തതാ? മലയാളിയായ ജോൺ മത്തായിയുടെ നിർദ്ദേശപ്രകാരമാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റി നിലവിൽ വരുന്നത്. അവിടെയും ചോദ്യമുണ്ട്, എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ കാലാവധി എത്ര വർഷമാണെന്ന് ചോദിക്കും. എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ കാലാവധി 1 വർഷമാണ്. എസ്റ്റിമേറ്റ് കമ്മിറ്റിയിൽ അംഗങ്ങളുടെ എണ്ണം 30 പേരാ. ഈ 30 പേരെയും അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? 30 പേരെയും അപ്പോയിന്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 30 പേരെ അപ്പോയിന്റ് ചെയ്യുന്നത് ലോക്സഭാ സ്പീക്കറാണ്. ചെയർമാനെ നിയമിക്കുന്നത് ആര് തന്നെ? ലോക്സഭാ സ്പീക്കർ. നിലവിൽ എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ അത് സഞ്ജയ് ജയ്സ്വാല. എന്താ ഈ എസ്റ്റിമേറ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ? നിലവിൽ ബഡ്ജറ്റ് ഉണ്ടല്ലോ, ബഡ്ജറ്റിന്റെ മറ്റൊരു പേരാണല്ലോ AFS, ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നല്ലയോ നമ്മൾ ബഡ്ജറ്റിനെ പറയുന്നത്. ഈ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്ന പാർലമെന്ററി കമ്മിറ്റിയുടെ പേരാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റി. എസ്റ്റിമേറ്റ് കമ്മിറ്റി 1950 നിലവിൽ വന്നു. ജോൺ മത്തായുടെ നിർദ്ദേശപ്രകാരം ഈ പറഞ്ഞ എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ കാലാവധി 1 വർഷമാണ്. അപ്പൊ ഓരോ വർഷവും അംഗങ്ങൾ മാറും, ഓരോ വർഷവും ഈ പറഞ്ഞ അധ്യക്ഷൻ മാറും. നിലവിൽ അധ്യക്ഷൻ ആരാണ്? സഞ്ജയ് ജയ്സ്വാൽ ആണ്. 30 അംഗങ്ങളുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർലമെന്ററി കമ്മിറ്റി ഏതെന്ന് ചോദിച്ചാൽ അത് എസ്റ്റിമേറ്റ് കമ്മിറ്റിയാണ്. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്, മറക്കരുത്. ഓക്കെ, ദെൻ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി എന്നറിയപ്പെടുന്ന PAC യെ പറ്റി ഉറപ്പായും ചോദ്യം. കാരണം അതിന്റെ അധ്യക്ഷ സ്ഥാനം ഒരു മലയാളിയാണ്. നിലവിലെ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ ചെയർമാൻ അത് KC വേണുഗോപാൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ അപ്പോയിന്റ്മെന്റിൽ ഉറപ്പായും പഠിക്കണം. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി എന്നറിയപ്പെടുന്ന പാർലമെന്ററി കമ്മിറ്റി 1921 നിലവിൽ വന്നേ. ഈ 1921 ഫോം ചെയ്യണമെങ്കിൽ 1919 മൊണ്ടേഗു ചെംസ്ഫോർഡ് എന്നറിയപ്പെടുന്ന ഭരണഘടനാ പരിഷ്കാര പ്രകാരമാണ് 1921 പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ഫോം ചെയ്യുന്നത്. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയിൽ അംഗങ്ങളുടെ എണ്ണം 22 പേരാ. ഈ 22 പേരിൽ 15 പേര് ലോക്സഭ, 7 പേര് രാജ്യസഭ. ബാക്കിയുള്ള നേരത്തെ നോക്കിയേ 30 പേരും എസ്റ്റിമേറ്റ് കമ്മിറ്റിയിലെ 30 പേര് എവിടുന്ന് മാത്രമാണ്? ലോക്സഭയിൽ നിന്ന് മാത്രമാണ്. ഇവിടെ ലോക്സഭാംഗങ്ങളും ഉണ്ട്, രാജ്യസഭാംഗങ്ങളും ഉണ്ട്. 22 അംഗങ്ങളുണ്ട്. 15 പേര് ലോക്സഭ, 7 പേര് രാജ്യസഭ. ഈ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പോസ്റ്റ് മോർട്ടം കമ്മിറ്റി എന്നറിയപ്പെടുന്നു. അപ്പൊ പോസ്റ്റ് മോർട്ടം കമ്മിറ്റി എന്നറിയപ്പെടുന്ന പാർലമെന്ററി കമ്മിറ്റി ഏതാണ്? അത് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയാണ്. ഈ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ ചെയർമാനെ തെരഞ്ഞെടുക്കുന്നത് ഏത് പാർട്ടിയിൽ നിന്നാണെന്ന് ചോദിച്ചാൽ അത് പ്രതിപക്ഷ പാർട്ടിയിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ ചെയർമാനായി ആര് വരുന്നത്? ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസിലെ KC വേണുഗോപാൽ വരുന്നത്. അദ്ദേഹം ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് പ്രതിനിധാനം ചെയ്ത് ലോക്സഭയിൽ എത്തിയത്. അതുകൂടി ഒന്ന് ഓർത്തു വെക്കുക. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയെ പറ്റി ഇത്രയും കാര്യങ്ങൾ ഓർക്കണം. ഇനി ഈ പറയുന്ന പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഉണ്ടല്ലോ, ഇന്ത്യൻ പൊതുഖജനാവിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്ന CAG നമ്മൾ പഠിക്കും. ഈ CAGയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ കണ്ണും കാതുമാരെന്ന് ചോദിച്ചാൽ അതിനുത്തരം PAC ആണ്. നേരെ തിരിച്ച് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ കണ്ണും കാതുമാരെന്ന് ചോദിച്ചാൽ അത് CAGയുടെ കണ്ണും കാതുമാരെന്ന് ചോദിച്ചാൽ PAC. തിരിച്ചു മറിച്ചും ഓർത്തു വെച്ചാൽ മതി. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി നിലവിൽ വന്നത് 1921. 22 അംഗങ്ങളുണ്ട്. കാലാവധി എത്ര വർഷമായിരിക്കും? നിങ്ങൾ തന്നെ പറയാം. 1 വർഷമാ കാലാവധി. ഈ കാലാവധിയൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ കരുതും 5 വർഷമോ 6 വർഷമോ ആണെന്നൊക്കെ കരുതും. 1 വർഷമാണ് കാലാവധി. അംഗങ്ങളെ നിയമിക്കുന്നതും അധ്യക്ഷനെ നിയമിക്കുന്നതും ആര് തന്നെ? ലോക്സഭാ സ്പീക്കർ തന്നെ, മാറ്റമില്ല. ഓക്കെ, അടുത്തത് ഈ പറഞ്ഞ കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ് എന്നറിയപ്പെടുന്ന ഒരു കമ്മിറ്റി ഉണ്ട്. വേറെ ഒന്നുമില്ല, ഇന്ത്യയിലെ
പൊതുഖജനാവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ പൊതുമുതൽ സംരക്ഷണത്തിന് വേണ്ടി നിലവിൽ വന്നത് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയും ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വികസനത്തിന് വേണ്ടി നിലവിൽ വന്ന പാർലമെന്ററി കമ്മിറ്റിയുടെ പേരാണ് ഈ പറഞ്ഞ കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ്. നിലവിലെ ചെയർമാൻ ബൈജയന്ത് പാണ്ഡെയാണ്. മാറുന്ന സമയത്ത് മാറ്റി അപ്ഡേറ്റ് ചെയ്യണം. 1964 VK കൃഷ്ണമേനോൻ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം നിലവിൽ വന്ന പാർലമെന്ററി കമ്മിറ്റിയാണ് ഏത്? കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ്. അംഗങ്ങളുടെ എണ്ണം 22 പേരാണ്. ഈ 22 പേരുടെയും കാലാവധി 1 വർഷമാണ്. അപ്പൊ 22 പേരിൽ ഒരാളാണല്ലോ ബൈജയന്ത് പാണ്ഡ, അദ്ദേഹം നിലവിലെ ചെയർമാനാണ്. ഇനി എന്തിനു വേണ്ടിയാ ഈ പറയുന്ന കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കണക്കുകൾ പരിശോധിക്കുന്ന പാർലമെന്ററി കമ്മിറ്റിയുടെ പേരാണ് ഇത്, കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ്. അപ്പൊ 3 പ്രധാനപ്പെട്ട പാർലമെന്ററി കമ്മിറ്റി ഡിസ്കസ് ചെയ്തു. ഇത്രയും കണ്ടന്റ് മാത്രമല്ല, ഇത് പാർട്ട് 1 ക്ലാസ് മാത്രമേ ഉള്ളൂ. പാർട്ട് 2 ഉണ്ട്, പാർട്ട് 3 ഉണ്ട്. നിങ്ങളുടെ പരീക്ഷയ്ക്ക് മുന്നേ തരാൻ പറ്റുന്ന മുഴുവൻ ക്ലാസ്സും, തരാൻ പറ്റുന്ന PDF നോട്ടും, തരാൻ പറ്റുന്ന എക്സാം വർക്കൗട്ട് എല്ലാം PSC ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം കൂട്ടായ്മ വഴി അപ്ലോഡ് ചെയ്യും. അപ്പൊ എല്ലാവരും സിൻസിയറായി വർക്ക് ചെയ്യുക. 2025 എന്ന് പറയുന്ന പുതുവർഷം നിങ്ങളുടെ ആയിട്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത അറിയാലോ, ലോകത്തുള്ള മുഴുവൻ ആളുകളും ക്രിസ്മസ് ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങളും ദിനം ആഘോഷിക്കുന്നുണ്ട്. സന്തോഷമായിട്ട് മാറട്ടെ നിങ്ങളുടെ ആഘോഷങ്ങളെല്ലാം. അതിനോടൊപ്പം തന്നെ സമയമുണ്ടെങ്കിൽ പഠിച്ചു പോവുക, സമയമുണ്ടെങ്കിൽ റിവൈസ് ചെയ്യുക. സമയമുണ്ടെങ്കിൽ എന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം പല ആളുകളും കാണും ഇത്രയും നാൾ പഠിച്ചു, ഈ ഒരു ദിവസം മാറി നിന്ന് ഇത്തിരി നേരം സന്തോഷിച്ചൂടെ എന്ന് കരുതുന്നവർ കാണും. അവരെയും പരിഗണിച്ച് പറയുന്നു, നാളെ ഇത് പെന്നി ഈ ക്ലാസ് കാണാതിരിക്കുവാണെങ്കിൽ നാളെ കാണുക. അതല്ല കണ്ടെങ്കിൽ അതിന്റെ നോട്ട്സ് വായിക്കുക. നോട്ട്സ് വായിച്ചതിന് ശേഷം അതിന്റെ പരീക്ഷ അറ്റൻഡ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.